അനേകായിരം മക്കളാണ് നമ്മളെക്കാളൊക്കെ ഉപരിയായിട്ടുള്ള വിഷമതകളിലൂടെ കടന്നു പോയിട്ടുള്ള സഹോദരങ്ങൾ ഈ അൾത്താറയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടലിനാൽ വൻ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ സാക്ഷ്യഗണത്തോട് ചേർത്തുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒത്തിരിയേറെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ദൈവസ്നേഹമെന്ന പുണ്യം വർദ്ധമാനമാകുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവ സ്നേഹത്തിലായിരിക്കുന്നവനോടാണ് എൻ്റെ രഹസ്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്നാണ് ഈശോയുടെ തനി വചനം. ഈശോയുടെ തനി വെളിപ്പെടുത്തലുകൾക്കായി ഈ ആരാധനാ മണിക്കൂറിൽ നമുക്ക് കാതോർക്കാം. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ അധരങ്ങളിലൂടെ വരുന്ന ഓരോ വാക്കുകളും നമ്മളിൽ ആത്മാവിൻ്റെ വലിയ ചലനങ്ങളുണ്ടാകാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മുടെ ഈ ആലയത്തെ കൃപാസനം എന്ന ഈ ദൈവിക പദ്ധതിയെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കൃപാസനത്തിൻ്റെ ആത്മീയ, സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ മേഖലകളെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും ഈശോയ്ക്ക് കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഏറെ പ്രത്യേകമായിട്ട് ഓരോ ശുശ്രൂഷകരെയും അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും നമുക്ക് ഒരു നിമിഷം അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങൾ, ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങൾ, മീഡിയയിലായിരിക്കുന്ന സഹോദരങ്ങൾ, ക്യാമറ കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, ഈ ധ്യാന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് അടുക്കള മുതൽ അൾത്താര വഴി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നാളിതുവരെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ധ്യാനം ഏതെല്ലാം സമയം വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് കൂടുന്നുവോ അവർക്കെല്ലാം വലിയ വലിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാകുവാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഓരോ മക്കളെയും സമയബന്ധിതമായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ നാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ ആലയത്തെ വിശദീകരിച്ച് ഉയർത്തുന്നതിന് നന്ദി പറയുന്നു. പുതിയ പുതിയ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു. യേശുവേ ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥന മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥന മിശിഹാ. കരങ്ങൾ വീശിക്കൊണ്ട് ദൈവസ്നേഹത്തോടെ
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ കൃപാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി കഴിഞ്ഞ 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ദൈവസ്നേഹത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ ഈ വലിയ മഹനീയ സാന്നിധ്യത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധന, മഹത്വം, മഹത്വം, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിനാ ടെലിവിഷനിലൂടെയും ഫേസ്ബുക്കിലൂടെയും പങ്കെടുത്ത് പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ ദൈവിക അനുഭവങ്ങൾ ആ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ഈ ആരാധനയിൽ പ്രത്യേകമായിട്ട് വിവിധ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരാധനയിൽ അവർക്ക് യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ. അനുഭവവേദ്യമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ അവിടുത്തെ മഹത്വപ്പെടുത്തി ഏറ്റുപാടാം. ദൈവം കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രമത്തിൽ ചേർന്ന് കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. കൈകൾ വീശി പാടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഒരിക്കൽ കൂടി ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങൾക്ക് വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന.
പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ എല്ലാ മക്കളെയും ഈശോയെ പ്രത്യേകമായിട്ട് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവരെ ഇത്രയും വേഗം സുഖപ്പെട്ടുകൊണ്ട് അമ്മയുടെ അൾത്താറയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ ആ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവ സ്നേഹത്താൽ മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി. യേശുനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ബുദ്ധിതനായവനേ യേശുരാജനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനെ പാപമോചകനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. രക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ശക്തിയോട് ചേർന്ന് ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ശക്തിയോട് ചേർന്ന് ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഹല്ലേലൂയ. നമുക്കിരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പൊതുവെ ചില സഹോദരങ്ങൾ ചെറിയ കംപ്ലൈൻറ്റ് പറയും.
കംപ്ലൈൻറ്റ് ഇതാണ്, പുതുക്കൽ കഴിഞ്ഞാൽ, ഫസ്റ്റ് പുതുക്കൽ കഴിഞ്ഞാൽ, പച്ച പേപ്പർ കഴിഞ്ഞാൽ നീല പേപ്പർ വരുമല്ലോ. അപ്പോൾ നീല പേപ്പർ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ക്ലാസ്സുകളെല്ലാം സെയിം, പുതുക്കലിന് പുതിയ ക്ലാസ്സുകളില്ല, പഴയ ക്ലാസ്സുകൾ തന്നെയാണ് ആൾക്കാർ കേൾക്കുന്നത്. ആ ക്ലാസ്സുകൾ ആൾക്കാർക്ക് മനഃപ്പാഠമാണ്. അപ്പം അതുകൊണ്ട് ചില ആൾക്കാർ പുതുക്കൽ വെള്ള പേപ്പർ, അതുപോലെ തന്നെ നീല പേപ്പർ കഴിഞ്ഞിട്ട് വെള്ള പേപ്പർ, സിൽവർ ഗ്രേ വരെ ഉണ്ട്. അങ്ങനെ ഉടമ്പടി ജീവിക്കുന്ന, ഉടമ്പടി ഒരു ജീവിത ശൈലിയായിട്ടും ഉടമ്പടി ഒരു സ്വഭാവവും ഉടമ്പടി ഒരു സ്വത്വം ആയിട്ടും പിന്നെ ഉടമ്പടി ഒരു സ്വഭാവമായിട്ടും പിന്നെ ഉടമ്പടി ഒരു സമ്പ്രദായമായിട്ടും ഉടമ്പടി ഒരു സംസ്കാരമായിട്ടും ഒക്കെ ഇങ്ങനെ ആചരിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. ശരിക്കും ഉടമ്പടി ഒരു സംസ്കാരമാണ്. ഉടമ്പടി ജീവിതം എന്ന് പറയണത് ആത്മീയമായ ഒരു, ഈ കാലത്ത് ഏറ്റവും ശക്തമായ അടിവേരുകളുള്ള, പതറാത്ത, പ്രതിസന്ധികൾ പതറാതെ പ്രാർത്ഥനയിൽ പ്രത്യാശയോടെ പോകുന്ന, സന്തോഷത്തോടെ നൽകുന്ന സാഹചര്യങ്ങൾക്ക്, അത് പ്രതികൂലമോ അനുകൂലമായ സാക്ഷ്യങ്ങൾക്ക്, അനുഭവങ്ങൾക്ക് സാക്ഷ്യമായിട്ട് ജീവിക്കുന്ന വലിയ ആഴമുള്ള ഒരു ആധ്യാത്മികതയുടെ ഉടമയുള്ള ആൾക്കാരാണ് ഉടമ്പടി സംസ്കാരമായിട്ട് പോകുന്നവരെ. അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങളുടെ ഒരു പ്രഖ്യാപിത നിലപാടിതാണ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ പുതുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ അവിടുത്തെ പുതുക്കലിൻ്റെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉടമ്പടിയിലെ അപ്ഡേഷൻസാണ് നോക്കേണ്ടത്. ഉടമ്പടിയിലെ അപ്ഡേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഉടമ്പടിയിലും, ഉടമ്പടി ഇങ്ങനെ ദൈവാനുഭവത്തിന് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഉടമ്പടി ശരിക്കും ഇങ്ങനെ ഓരോ ദിവസവും ജനങ്ങളുടെ പുതിയ പുതിയ ദൈവാനുഭവങ്ങളിലൂടെ ഉടമ്പടി ജീവിതം ഇങ്ങനെ പുതിയ ആധ്യാത്മിക സാധ്യതകൾ നൽകിക്കൊണ്ട് വളരെ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഓൾറെഡി അച്ഛൻ്റെ അപ്ഡേഷൻസ് കേൾക്കുന്നുണ്ടല്ലോ, എല്ലാ ചൊവ്വാഴ്ചയിലുമുള്ള ധ്യാനങ്ങൾ കൂടുന്നുണ്ടല്ലോ. അതാണ് എൻ്റെ അപ്ഡേഷൻസ് എന്ന് പറയണത്. ഇനിയിപ്പോഴേ ഇപ്പോൾ പച്ച പേപ്പർ നീലയിലേക്ക് പുതുക്കാൻ നേരത്ത് ഇനിയിപ്പോൾ ക്ലാസ്സില്ല. ക്ലാസ്സിന് പകരം കൗൺസിലേഴ്സ് ഇരുന്ന് നിങ്ങളുടെയൊക്കെ 40 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ 40 ക്വസ്റ്റ്യൻസും ഉടമ്പടി ധ്യാനത്തെ ബേസ് ചെയ്തായിരിക്കും. അപ്പം നിങ്ങൾ ഉടമ്പടി ധ്യാനം പഠിച്ചിരിക്കണം. അതാണ് എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. ഉടമ്പടി ധ്യാനം പഠിച്ചിരിക്കണം. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കാണ് ധ്യാനം. ഒന്നും പരസ്പരം ചിലപ്പോൾ ഒരു ആവർത്തിക്കപ്പെടത്തില്ല. എല്ലാം പുതിയ സബ്ജക്റ്റുകളാണ്. ഈ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു സംഭവം, അതായത് ഒരു സാക്ഷ്യ വിചാരണ നമ്മൾ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു സാക്ഷ്യം എന്ന് പറയണത്, കുറേ സാക്ഷ്യങ്ങളുണ്ട്, അതിലൊരു ഏറ്റവും നല്ല സാക്ഷ്യങ്ങളിൽ ഒന്ന് ഈ കൊച്ചുത്രേസ്യ വർഗീസ്, അവരുടെ നടുവട്ടം, നമ്മളുടെ എറണാകുളം അങ്കമാലി രൂപതയിലുള്ള നടുവട്ടം ഇടവകയിൽ കൊച്ചുത്രേസ്യ വർഗീസ്, അവർ ഒരു 65-70 പ്രായമുള്ള അമ്മച്ചിയാണ്. നമ്മൾ 65 വയസ്സുകാർക്ക് സാധാരണഗതിയിൽ ഉടമ്പടി എടുക്കാൻ അനുവദിക്കത്തില്ല. കാര്യം അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ല എന്നുള്ള ഞങ്ങളുടെ ഒരു ധാരണയോ തെറ്റിദ്ധാരണയോ ആണ്. പക്ഷേ ചില 65 വയസ്സുകാരൊക്കെ ഇടിവെട്ട് പ്രവർത്തനമുള്ളവർ. അപ്പം ഞങ്ങൾക്ക് അവരെ കാണുമ്പോൾ അറിയാം. അപ്പോൾ നമുക്കറിയാം അവർ ചെയ്യും എന്നറിയാം. എങ്കിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ചെയ്തോളാൻ പറയും. ചില കാണുമ്പോൾ തന്നെ അറിയാം അവരത് നടക്കത്തില്ല. ചുമ്മാ പേരക്കിടാങ്ങൾക്ക് വേണ്ടി പേരക്കിടാങ്ങളോ അല്ലെങ്കിൽ മക്കളോ ഇവരെ ഉന്തിത്തള്ളി വിട്ടിരിക്കുകയാണ്. മക്കൾക്കും പേരക്കിടാങ്ങൾക്കും വന്ന് ഉടമ്പടി എടുക്കാൻ കഴിയുകയില്ല. കാര്യം കൈപൊള്ളുന്ന പരിപാടിയാണല്ലോ. അതുകൊണ്ട് ഇവരെ കരുവാക്കി ഇവരെ ഉന്തിത്തള്ളി വിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വേട്ടാമൃഗങ്ങളെ കാണുമ്പോഴും ഞങ്ങൾക്കറിയാം ഇത് വേറെ ആൾക്കാരുടെ ഇരകളാണ്, ഇവരെ ഉടമ്പടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആർക്കോ വേണ്ടി ഒപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ഞങ്ങൾ റിജക്റ്റ് ചെയ്ത് കളയും. അതിലൊക്കെ അധികാരം കൗൺസിലേഴ്സിനും അവിടെ ഓഫീസിലിരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാനകത്ത് ഇടപെടത്തിലേക്ക് ആൾക്കാരെ കാണുമ്പോൾ തന്നെ അവർക്കറിയാം. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് സത്യസന്ധതയുടെ ഒരു പ്രാർത്ഥനയാണ്.
സത്യസന്ധത ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ വെളുക്കാൻ തേക്കണത് പാണ്ടാകും. അത് ഉറപ്പായിട്ടും ആകും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഒരു സാക്ഷ്യം, ഇപ്പോൾ കൊച്ചുതുരസ്യ വർഗീസിൻ്റെ സാക്ഷ്യം എന്താണ് എൻ്റെ മനസ്സിനെ കുലുക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഭയങ്കര റിമോട്ട് കൺട്രോൾ ഇരുന്നു കൊണ്ട്, അതായത് ഇറ്റലിയിൽ നിന്ന് ചെക്കോസ്ലോവാക്യയ്ക്ക് പോകേണ്ട ഒരു മകളെ, അവൾക്ക് അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് റിമോട്ടിൽ കൺട്രോൾ ചെയ്യണ കാണാം. ഈ പ്രെയർ വളർത്തിച്ച് നമ്മൾ ദൈവവുമായിട്ട് നല്ല ബന്ധമായി കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി അതിൻ്റെ സാക്ഷാൽ വിശ്വരൂപം കാണിക്കും. നിങ്ങൾ പറയുന്ന പല സാക്ഷ്യങ്ങളും ഉടമ്പടിയിൽ 50% താഴെ ആൾക്കാർ ജനറലായിട്ട് പറയുന്ന സാക്ഷ്യങ്ങളാണ്. അതിന് മുകളിൽ ഒത്തിരിയേറെ ദൈവാനുഭവങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ച് ഇവിടെ മകളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവളുടെ മകൾക്ക് IELTS കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, പരീക്ഷക്കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ഓഫർ ലെറ്റർ വന്ന കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂവിൻ്റെ കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ജോലിയുടെ അസൈൻമെൻറ്റ് കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെ മൊത്തം പ്രശ്നമാണ്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഈ അമ്മയും മകളും കൂടി പ്രാർത്ഥിച്ച് തരണം ചെയ്ത് അവസാനം രാജ്യം വിട്ടുപോയി ഇറ്റലിയിലായി. ഇറ്റലിയിൽ നിന്ന് ഇവർക്ക് ഇനി ചെക്കോസ്ലോവാക്യയിലേക്ക് പോകണം. പക്ഷേ ചെക്കോസ്ലോവാക്യയിലേക്ക് ഫ്ലൈറ്റ് ഇല്ല, കോവിഡാണ്. അതാണ് പ്രശ്നം. രാവിലെ 10:30 അവർ ചെന്ന് വിമാനത്താവളത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് ക്യാൻസൽഡാണെന്ന് പറഞ്ഞു. ചെക്കിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽഡാണ്, ഫ്ലൈറ്റ് ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മകൾ കാറിക്കൂവി അമ്മയെ വിളിച്ചു, അമ്മയെ ഞാൻ എന്ത് ചെയ്യും, തിരിച്ചു പോകാൻ പറ്റത്തില്ല, ഞാൻ വെക്കറ്റ് ചെയ്ത് പോകുന്നതാണ്, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല, ഫ്ലൈറ്റ് ഇവിടെ ഇല്ല, ഞാൻ വിമാനത്താവളത്തിൽ ഒറ്റക്കാണ്, ഇവിടെ ആരുമില്ല, കോവിഡാണ്, ഇവിടെ എല്ലാം കോവിഡായത് കാരണം നമുക്കറിയാം. കോവിഡ് കാലത്ത് വെച്ചാൽ മരുഭൂമി പോലെ വിമാനത്താവളം കിടക്കണം, ഒരു മനുഷ്യനുണ്ടാകത്തില്ല, ആരോട് സംസാരിക്കത്ത് പോലും ഇല്ല, പേടിയാണ്. അപ്പം അതുകൊണ്ട് സംസാരമില്ല, വളരെ ഏസോർണോ സംസാരമേ ഉള്ളൂ. അവർ പറഞ്ഞ് ഫ്ലൈറ്റ് ക്യാൻസൽഡാണെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഇവർ ഇറ്റലിയിൽ നിന്നുകൊണ്ട് ഈ മകൾ അമ്മയോട് ഇങ്ങനെ സംസാരിക്കും, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോഴമ്മ പറയും, എടി ഫ്ലൈറ്റ് ഉണ്ട്, നിനക്ക് വേണ്ടി കർത്താവ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും, നീ വെയിറ്റ് ചെയ്യ്, 4 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറയും. അതെന്ത് ഉദ്ദേശത്തിലാണ് ചേട്ടത്തി പറയണത്? ഫ്ലൈറ്റ് ഉണ്ട്, നിനക്ക് വേണ്ടി അമ്മ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും, അത് 4 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറയും. ഇവർ പറഞ്ഞ കറക്റ്റ് 4 മണി വരുമ്പോൾ ഒരു ഫ്ലൈറ്റ് ചാർട്ടാവും, ചെക്കിലേക്ക് ഒരു ഫ്ലൈറ്റ് ചാർട്ടാവും. ചാർട്ടായിട്ട് ഇവർ കയറിയിരിക്കും സന്തോഷത്തോടെ. ആ ഫ്ലൈറ്റിൽ എത്ര പേരുണ്ട്? 3 പേര്. ആളില്ല. ആ 3 പേരല്ല 30 പേരായാലും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണതാണ്, കാര്യം മുതലാകത്തില്ല. ഈ ചെക്കിലേക്ക് 3 പേരെയും വെച്ചുകൊണ്ട് അതിലൊന്ന് ഇവളാണ്, ബാക്കി 2 പേര് എയർ ഹോസ്റ്റസോ വേറെ ആരാണ്ടാണ്. ഈ ഒരാളെയും വെച്ചുകൊണ്ട് ചെക്കോസ്ലോവാക്യയിലേക്ക് ഫ്ലൈറ്റ് പോകും. ആരാണ് വിടണത്? ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ പാവപ്പെട്ട അമ്മ വിടുന്നതാണ്. ഇതാണ് ബലമെന്ന് പറയുന്നത്. ഇതിനെ പറഞ്ഞ് വെളിപാടെന്ന് പറയും. അമ്മ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, മകളിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, നീ വെയിറ്റ് ചെയ്യുക, പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും, അത് 4 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറയും. ഇതെന്തോ ഒരു കൺട്രോളിംഗ് ആണെന്ന് ചോദിക്കുക, കൺട്രോൾ ഓഫീസാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കണതൊക്കെ ഇന്ന് സാധാരണ മനുഷ്യന് അനുഭവിക്കുകയും ഇതെങ്ങനെയാണ് വെളിപാട് അവർക്ക് കിട്ടണത്? ഇത് വെളിപാടാണല്ലോ. ഇത് 4 മണിക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ പോണതും അതൊരു നോൺസെൻസ് ഫ്ലൈറ്റാണ്. ഒരാളെയും കൊണ്ട് ചെക്കോസ്ലോവാക്യയ്ക്ക് പോകുന്ന ഫ്ലൈറ്റ് ഇവർക്ക് വേണ്ടി മാത്രം ചാർട്ട് ചെയ്യുകയാണ്. ദൈവം ഒറ്റ കൈ ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, വെളിപാട് നൽകുകയും ചെയ്യും. ഈ വെളിപാട് വരെ എത്താനുള്ള സാധ്യത ഈ ഉടമ്പടിയിലുണ്ട്. അത് അച്ഛന്മാർക്കും ബ്രദേഴ്സിനും അതുപോലെ സിസ്റ്റേഴ്സിനും ശുശ്രൂഷകർക്കല്ല. ബൈബിളിൻ്റെ പോളിസി എന്താണ്? അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകും. കൈയടിച്ച് കർത്താവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവാം ദൈവമേ വരണേ സന്തോഷത്തോടെ കൈയടിച്ചുകൂടെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗ്ഗം
എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും സന്തോഷത്തോടെ സ്നേഹസഹത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റീഡ് ഔട്ട് ജോയൽ പ്രവാചന പുസ്തകം 2:28 വായിച്ചോളൂ. അന്ന് ഇങ്ങനെ സംഭവിക്കും. പറഞ്ഞേ, അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഇതാണ് സാധനം. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്ന്. നിങ്ങളിൽ പ്രായമുള്ളവർക്ക് എന്താ സംഭവിക്കണത്? സ്വപ്നം കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഹിതം, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കാണും നേരെ മുൻകൂട്ടി. നിങ്ങളുടെ വൃദ്ധന്മാരെ, അതായത് നിങ്ങളിൽ പ്രായമുള്ളവരെ എന്തു ചെയ്യും? അവർ സ്വപ്നങ്ങൾ കാണും, വരാൻ പോകുന്ന സംഭവങ്ങൾ. ദൈവം നമ്മളെ ഇസ്രയേലിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നപ്പോഴേ നമ്മൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നില്ലേ എന്ന് സങ്കീർത്തനം പറയും. അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ ഒരാളിന് വേണ്ടി ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുക എന്നുള്ളത് സ്വപ്നം മാത്രമാണ്. പക്ഷെ ആ സ്വപ്നം ഉടമ്പടിയിൽ സംഭവിക്കുകയാണ്. നിങ്ങൾക്കൊരു സ്വപ്നം കണ്ടാൽ അത് അയാഥാർത്ഥ്യങ്ങളെയാണ് നമ്മൾ സ്വപ്നങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ഉടമ്പടിയിൽ അങ്ങനെയല്ല. ഉടമ്പടി യഥാർത്ഥ സംഭവങ്ങളെയും ദൈവ മനസ്സിനെയും വെളിപാടുകളെയും ആത്മനിറവിനെയും വിളിക്കുന്ന പേരാണ് ദൈവിക സ്വപ്നം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവിക മനസ്സ് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഇതുപോലെ ദൈവിക പദ്ധതികൾ, സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഉടമ്പടി സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? സ്വപ്നതുല്യമായ കാര്യങ്ങൾ. ഇപ്പം നിങ്ങളെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വപ്നം കാണും ദൈവം. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്? എന്തിൻ്റെ ബേസ് എന്താ? വെളിപാട് സ്വപ്നങ്ങൾ, സ്വപ്നം ഒരു വെളിപാടല്ലേ? അതിൻ്റെ ബേസ് എന്താ? അതിൻ്റെ ബേസ് എന്താണെന്ന് അറിയാതെ ഉടമ്പടി നിങ്ങൾക്ക് മുന്നോട്ട് പുരോഗമിക്കാൻ പറ്റത്തില്ല. സ്വപ്ന വെളിപാടുകളുടെ എന്താണ് ഉടമ്പടിയുടെ ആധാരം? അതിൻ്റെ ആധാരം യോഹന്നാൻ്റെ സുവിശേഷം 14:21. ശ്രുതികട. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. യോഹന്നാൻ 14:21. യോഹന്നാൻ 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും, ഒന്ന് പറഞ്ഞേ,
എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇത് ഉടമ്പടിയുടെ ഒരു കീ വേർഡാണ്. എല്ലാത്തിനും കീ വേണ്ടേ? നമുക്ക് മുറിയിൽ കീ ഉണ്ട്. കീ കളഞ്ഞു പോയുള്ള അവസ്ഥ അറിയാമല്ല. അതുപോലെ തന്നെ എല്ലാത്തിനും കീ ഉണ്ട്. കാറിനും കീ ഉണ്ട്, ബൈബിളിനും ജീവിതത്തിനും ഒക്കെ കീ ഉണ്ട്. കീ വേർഡ്, ആ കീ വേർഡ് ഉടമ്പടി ഒരു കീ വേർഡാണ്. 14:21 യോഹന്നാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് എന്നെ സ്നേഹിക്കുകയും റീഡ് ഇറ്റ്. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും ചെയ്യുന്നവര്, സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവര്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി എടുക്കുന്നവരെന്നതിൻ്റെ അർത്ഥം ക്ലിയർ അല്ലേ? 14:21 അർത്ഥം എന്താണ്? എന്നെ സ്നേഹിക്കുകയും എന്ന് പറഞ്ഞേ എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അവൻ പറയണത് പോലെ പാലിക്കുകയും ചെയ്യുന്നവരെ, ഉടമ്പടി എടുക്കുന്നവര്. അതാ വിഷയം. ഉടമ്പടി എടുക്കാതെ നമുക്ക് ആധ്യാത്മിക ജീവിതം സാധ്യമല്ല. അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരമല്ലാതെ ദൈവവചനം ജീവിക്കാതെ നമുക്ക് ആധ്യാത്മിക ജീവിതം സാധ്യമല്ല. അപ്പോൾ കറക്റ്റ് വെളിപാടുകൾ, സ്വപ്ന വെളിപാടുകൾ വരെ ആരംഭിക്കുന്നതിന് അടിസ്ഥാനം എന്താണ്? ആദ്യം ബേസ്മെൻറ്റ് എന്താണ്? എന്നെ സ്നേഹിക്കുകയും. ഇപ്പോൾ ഈ ഉടമ്പടിയിൽ എടുക്കുന്ന 50% പേര് പൊട്ടകളാണ്. എന്താ കാര്യം? അവർ ദൈവത്തെ സ്നേഹിക്കണില്ല, അവരവരുടെ ജോലി സ്നേഹിക്കുന്നു. ഇല്ലേ? ആരെങ്കിലും പോയി ലൈൻ അടിച്ച് വെച്ച് അവനെ വശത്താക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി ചെയ്യുന്ന കണ്ടാമൃഗങ്ങളുമുണ്ട്. അത് തമസ്സറയല്ലേ? എന്നിട്ട് അതല്ല, എന്ത് ധൈര്യമാണ് ഇത് വന്ന് എന്നോട് പറയണത്? ഇപ്പോൾ എന്തൊരു ചങ്കത്തികളായിരിക്കും നോക്കിയേ. ആണുങ്ങൾ പറയത്തില്ല, പെണ്ണുങ്ങൾ പറയത്തുള്ളൂ. അവിടെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഞാനങ്ങനെ കൺട്രോളൊന്നും കളയാതെ മര്യാദക്ക് നിൽക്കുക, അല്ലെങ്കിൽ ഇതിനൊക്കെ ഓടിക്കത്തില്ലേ, തലക്കെട്ടടിച്ച് ഓടിക്കും. അപ്പം അത്രയും ബോധമില്ലാത്ത ആൾക്കാരുണ്ട്. ആ ദൈവഹിതമാണോ? നമുക്കറിയാം കണ്ണിൻ്റെ ദുരാശയാണോ? ശരീരത്തിന് നമുക്കറിയാമില്ല. ഈ പ്രണയമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയകാലങ്ങളിലെ ആധ്യാത്മിക ജീവിതത്തിന് സാധ്യമല്ലാതെ വരും. എന്താ കാരണം എന്നറിയാമോ? പ്രണയകാലം ബേസിക്കായിട്ട് അതിങ്ങനെ ഇതിൻ്റെ അകത്ത് അകപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാൽ കേട്ടോ. പ്രണയകാലം ബേസിക്കായിട്ട് എന്തിൻ്റെ കാലമാണ്? കണ്ണിൻ്റെ ദുരാശയുടെ കാലമാണ്. ശരീരത്തിൻ്റെ അഹന്ത, കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഈ 3 സാധനമാണ്. ഇതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ലോകാരൂപിയിലാണ് ജീവിക്കണേ. അതുകൊണ്ട് എന്ത് പറ്റി? അത് കാരണം എന്തോ ലോകം കടന്നു പോകും. അതിൻ്റെ മോഹഭാവമാണിത് സംഭവം. കാര്യം ഇതിൻ്റെ പ്രണയത്തിൻ്റെ കൂടെ വരുന്ന കുറേ പാപങ്ങളുണ്ട്. ഒന്ന് പ്രാർത്ഥനാ ജീവിതം പൊളിയായി. അകപ്പെടെ പ്രാർത്ഥിക്കണമെങ്കിൽ ഇവനെ അവളെ കിട്ടാനേ പ്രാർത്ഥിക്കത്തുള്ളൂ, വേറെ ഒന്നിനും പ്രാർത്ഥിക്കത്തില്ല. ദൈവഹിതത്തിന് പ്രാർത്ഥിക്കത്തില്ല. നീ പ്രണയിച്ചിരിക്കുന്നവരോടൊന്ന് പറയാമോ ദൈവഹിതം നോക്കാൻ? നോക്കത്തില്ല. അതൊക്കെ ദൈവം ചെയ്തോളും. അത് ഇവരുടെ ഈ ആക്രാന്തം മുഴുവൻ ദൈവത്തിൻ്റെ പേരിൽ കെട്ടിയേൽപ്പിച്ചിട്ട് അതിനുവേണ്ടി ദൈവത്തിനെ വശത്താക്കാൻ വേണ്ടി നടക്കുകയാണ് കണ്ടാമൃഗം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം വെച്ചാൽ ചെന്ന് അകപ്പെട്ട പണി കിട്ടും. ഇതിനൊക്കെ ഒരു കാലമുണ്ടെന്നാണ് ബൈബിൾ പറയണത്. ഇതിനൊക്കെ ഒരു കാലമുണ്ട്. ഇന്നലെ ഒരു +2 കാരത്തി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവളെ അമ്മയാണ് കൊണ്ടുവന്നിരിക്കണത്. അച്ഛൻ ഇവളൊരു പ്രണയത്തിൽ പെട്ടിരിക്കുകയാണ്, ഇവളെ അച്ഛനൊന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചിരിച്ച്. കാര്യം 17 വയസ്സുകാരികളെ ഉപദേശിച്ചാൽ മിക്കവാറും നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാര്യം ഇവരുടെയൊക്കെ ഈ 17 വയസ്സിൽ തന്നെ ഈ കച്ചവടം തുടങ്ങിയിരിക്കാൻ കാരണം ഇവരുടെ ബുദ്ധി, മനസ്സ്, ഓർമ്മ, ഉറക്കം എല്ലാം ഇതിൻ്റെ അകത്ത് ഈ ബാക്ടീരിയ, വൈറസ് കയറി പിടിച്ചിരിക്കുകയാണ്. നല്ല വൈറസാണ് ഈ സാധനം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും പാടാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യും? ബന്ധിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവത്തിന് ഇവളോട് വല്ല താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനോടൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്ത് കുഴപ്പങ്ങളുണ്ടെങ്കിൽ, ചിലതിന് കുഴപ്പം ഉണ്ടാകത്തില്ല, കുഴപ്പങ്ങളുണ്ട്.
ചിലരല്ല എല്ലാത്തിനും കുഴപ്പമുള്ളൊരു കുഴപ്പം എന്താണെന്നറിയാവോ? ഞാൻ ഇപ്പോൾ 10-21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഒരു വരുന്ന കുഴപ്പമെന്ന് പറയുന്നത് ദൈവത്തിന് 1-ാം സ്ഥാനവുമില്ല, 2-ാം സ്ഥാനവുമില്ല, 3-ാം സ്ഥാനവുമില്ല. പ്രണയവും കാമവും കയറി തലക്കടിച്ച് നടക്കുന്ന കക്ഷികൾക്ക് അവർ ദൈവത്തിന് 1-ാം സ്ഥാനമോ 2-ാം സ്ഥാനമോ 3-ാം സ്ഥാനമോ ഒന്നും കൊടുക്കത്തില്ല. മാതാപിതാക്കന്മാർക്ക് സ്ഥാനമില്ല, പിന്നെയാണ് ദൈവത്തിന്. അവരുടെ ആളിനെ മാത്രമേ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് ഇവരെ അകപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പേപ്പറിട്ട് കടിച്ച ആൾക്കാരെ പോലുള്ള അവസ്ഥയാണ് എൻ്റെ ഇത് വരുന്നത്. ഇന്ത്യൻ നോളെ ഒഴുക്കണില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ചേഷ്ടകളും കാണിക്കും. ഇതിനെതിരെ ഒന്ന് സംസാരിച്ച് നോക്കി, അവർ വയലൻ്റായിട്ട് കടിക്കാൻ വരും ഉടനെ. അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥ കിടക്കുന്നതാണ്. ഇതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. കാര്യം വെച്ചാൽ ഇത് ഇവർക്ക് ദോഷമാണെങ്കിൽ ദൈവം അതിർത്ത് മാറ്റും. പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് ദൈവത്തിന് അവളോട് താല്പര്യം ഉണ്ടാകണം. അതാണ് പ്രശ്നം. അല്ലെന്നുണ്ടെങ്കിൽ ആസാൻ അതിനാ പോകും. നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ പിള്ളേർ ജനിക്കും. ഇപ്പോൾ അവർക്ക് പിള്ളേർ ജനിക്കുമായിരിക്കും, ഒരുമിച്ച് ജീവിക്കുമായിരിക്കും. ഒരുമിച്ച് ജീവിക്കുന്ന എന്തുമാത്രം പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാത്തിനും പിള്ളേരുണ്ടല്ല. അതൊന്നും ദൈവാനുഗ്രഹമല്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആത്മാവിനെ നഷ്ടപ്പെടുത്തുമോ എന്നാണ് പ്രശ്നം. നിങ്ങൾക്ക് പിള്ളേരുണ്ടാകുമോ, ജോലി കിട്ടുമോ, ജോലി കിട്ടത്തില്ല, അതൊന്നുമല്ല. ഇതൊന്നും ദൈവം മൈൻഡ് ചെയ്യാത്ത വിഷയമാണ്. അതൊക്കെ എല്ലാവരും കിട്ടും. ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിലും അതൊക്കെ കിട്ടും. അതിൻ്റെ കേമത്വമൊന്നും, അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ കേമത്വമാണ്. ദൈവം എന്നെ ശപിച്ചില്ലല്ലോ, എനിക്ക് പിള്ളേരുണ്ടായല്ലോ, ദൈവം എന്നെ ശപിച്ചില്ലല്ലോ, എൻ്റെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, അറേഞ്ച് മാരേജ് ഭർത്താവ് വണ്ടിയിടിച്ച് മരിച്ചല്ലോ, എൻ്റെ ഭർത്താവിന് വണ്ടിയിടിച്ച് മരിച്ചില്ലല്ലോ, എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇതൊന്നും നിങ്ങൾ പറയുന്ന ന്യായമല്ല. എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കിട്ടണതാണ്. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിനെ ലോകം എന്നാണ് വിളിക്കണത്. ഈ ലോകം മുഴുവൻ നേടിയാലും അതാ പ്രശ്നം. കർത്താവ് എന്താ പറഞ്ഞത്? ലോകം നേടത്തില്ലെന്നും കർത്താവ് പറഞ്ഞില്ല. ഒരുത്തൻ രാവിലെ വെള്ളത്തിൽ ഒരുത്തിയെ പ്രേമിക്കും, ഉച്ചയ്ക്ക് വേറെ ഒരുത്തിനെ പ്രേമിക്കും, വൈകുന്നേരം വേറെ ഒരുത്തിനെ പ്രേമിക്കും. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഈ കലാപരിപാടിയായിട്ട് 3-4 കല്യാണം കഴിച്ച ആൾക്കാരെ എനിക്കറിയാം. 3-4 കല്യാണം കഴിച്ച ആൾക്കാർക്ക് അവരുടെ കല്യാണം ഒരു ബിസിനസ് പോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒന്നും നമുക്ക് അവരെ തിരുത്താനൊന്നും പറ്റത്തില്ല. അതിൻ്റെ അകത്ത് പെട്ടിരിക്കുകയാണ് സംഭവം. 4th സ്റ്റേജ് 5th സ്റ്റേജൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പറയണമെന്ന് നടക്കാനുണ്ട്. അവർ ജീവിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്, പരിശം കിട്ടുന്നുണ്ട്, വസ്തു വിൽക്കണില്ലേ, വീട് വെക്കണില്ലേ, എല്ലാ പരിപാടിയും ചെയ്യും. ലോകം മുഴുവൻ നേടുകയെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? ഈ പറഞ്ഞ ലോകം മുഴുവൻ നേടിയാലും മത്തായി 16:26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അപ്പൊ ദൈവം എന്താ നോക്കണത്? ഈ ഉടമ്പടി എടുക്കുമ്പോൾ ആത്മാവ് ഓക്കെ ആണെന്ന് നോക്കത്തുള്ളൂ. അല്ല നിനക്ക് സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, നിനക്ക് ദീർഘായുസുണ്ട്, ഇതൊന്നും ദൈവത്തിൻ്റെ സബ്ജക്റ്റ് പോലും അല്ല. എന്താ കാര്യം? ഇതൊക്കെ ഇപ്പോൾ മണ്ണോട് മണ്ണ് തീരാൻ പോണ കാര്യങ്ങളാണ്. കുറച്ച് ദിവസത്തിൻ്റെ വർഷത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാം മണ്ണോട് മണ്ണ് തീർന്ന് അങ്ങോട്ട് തീരാൻ പോണ കാര്യങ്ങളാണ്. ഇതൊന്നും ദൈവം ഇതിനെക്കുറിച്ചൊന്നും ദൈവം ബോധറല്ല. പക്ഷേ എന്താ പ്രശ്നം? നിങ്ങൾക്ക് ആത്മാവ് നഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് മാത്രമേ ദൈവം നോക്കത്തുള്ളൂ. നിങ്ങൾ ആത്മാവിനെക്കുറിച്ച് കൃത്യതയെക്കുറിച്ച് ബോധമില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പോയിരിക്കുകയാണ് ബോധം. ആത്മാവിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോധം മൊത്തം പോയിരിക്കുകയാണ്. കാര്യം എന്താ? ബോധം ഉണ്ടായിട്ട് കാര്യമില്ല. പോകാനുള്ളത് നേരത്തെ പോയിരിക്കുന്നു. പിന്നെ കുറച്ച് നാൾ ഇനി ജീവിക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ ചത്തും പോകും. ദൈവത്തിൻ്റെ അടുത്ത് എത്തത്തുമില്ല. ഇതാണ് എൻ്റെ വിഷയം. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ബുദ്ധിപൂർവമായ ഒരു നിലപാടെടുക്കേണ്ടി വരും. കർത്താവിനോട് അങ്ങോട്ട് ചെന്ന് പറയണം. എന്താണ്? ദൈവമേ, എൻ്റെ കണ്ണ് അകപ്പെട്ടിരിക്കുകയാണ്. ഏത് സമയത്താണ് ഈ മനുഷ്യനെ കണ്ടെന്നറിയത്തില്ല. പക്ഷേ ഇത് നിൻ്റെ ഹിതമാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം സ്റ്റോപ്പ് പേയ്മെൻറ്റ് ചെയ്യുന്നു. എന്താണ്? ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, പ്രണയിക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സഭാപ്രസംഗി 3:5 കല്ല് പെറുക്കി കളയാൻ ഒരു കാലം. സഭാപ്രസംഗി 3:5 കല്ല് പെറുക്കി കളയാൻ ഒരു കാലം. കല്ല് പെറുക്കി കൂട്ടാൻ സമയമാണ് നിൻ്റെത്. നിൻ്റെ പഠിപ്പിച്ച മാതാപിതാക്കന്മാർ ബാങ്കിൽ ലോൺ എടുത്ത് കിഡ്നി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ബാങ്കുകാരുടെ കയ്യിൽ നിന്ന് മാതാക്കന്മാരുടെ കിഡ്നി വീണ്ടെടുക്കാനുള്ള സമയമാണിത്. അല്ല ഇതെങ്കിൽ സൊല്ലി നടക്കാൻ ശാശി പറയാനുള്ള സമയമല്ല. അതാണ് ബോധം കുറിച്ചത്.
അത് ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ നീ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഇപ്പം തന്നെ തീരുമാനമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്താ കാര്യം? ഇതൊക്കെ കട്ടൻ്റെടെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. നിങ്ങളൊക്കെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞ വചനങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. എന്താ ബൈബിൾ പറയണത്? സമയത്തിന് മുമ്പേ പ്രണയത്തെ തട്ടി ഉണർത്തരുത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉത്തമഗീതം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 നിൻഹിതം പോലെ നടത്തണേ പോകേണ്ട വഴിയെ കാണിക്കണേ നിൻഹിതം പോലെ നിൻഹിതം പോലെ നടത്തണേ പോകേണ്ട വഴിയെ കാണിക്കണേ. ചൊല്ലു. ഉത്തമഗീതം 8:4. ഉത്തമഗീതം 8:4. ജെറുസലേം പുത്രിമാരെ ഞാൻ കെഞ്ചുന്നു, ജെറുസലേം പുത്രിമാരെ ഞാൻ കെഞ്ചുന്നു, സമയമാകും മുമ്പേ നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. ഇളക്കി വിടരുതേ, പണി കിട്ടുമെന്നർത്ഥം. സമയമാകും മുമ്പ് ഇങ്ങനെയുള്ള കച്ചവടത്തിന് പോകരുത്, പണി കിട്ടാൻ സാധ്യത ഉണ്ട്. ഇതിനൊക്കെ ഒരു കാലമുണ്ട്. നിങ്ങൾ വിവാഹം കഴിച്ചാലും ഇപ്പം വിവാഹം കഴിച്ചാലും സ്നേഹിക്കണവരാണെങ്കിൽ സ്നേഹിക്കാൻ പറ്റിയ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ സ്വന്തം കാലം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാൻ പറ്റും. പക്ഷെ അതിക്ക് മുമ്പ് മാതാപിതാക്കന്മാരും എടുത്ത് എത്തിയിട്ടില്ല, സ്വന്തം ആങ്ങളമാരും എത്തിയിട്ടില്ല, അപ്പന്മാരും എത്തിയിട്ടില്ല, കുടുംബത്തിലിങ്ങനെ അധോഗതി കിടക്കുകയാണ്, കുടുംബത്തിലെ കടവും മാറിയിട്ടില്ല. അപ്പം ഇങ്ങനെ കലാപരിപാടിയൊക്കെ പോയി കഴിഞ്ഞാൽ അത് ദൈവഹിതമല്ല. അതാണ് പ്രശ്നം. ദൈവഹിതം ഒരു പ്രശ്നമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം. കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മേലൊരു മുഖം വെക്കുക അല്ല ദൈവം ചെയ്യണത്. നമ്മളുടെ നന്മകളെ ഉദ്ദേശിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയണത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, ഇപ്പോൾ അതായത് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരില്ലേ? ഇപ്പോൾ 7:21 എടുത്തേ. 7:21 മത്തായി സുവിശേഷം. ശ്രുതികട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 7:21. കർത്താവേ കർത്താവേ എന്ന് എന്നോട്. മത്തായി 7:21 എന്താ പറയണത്? കർത്താവേ 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 എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. മനസ്സിലായില്ലേ? ദൈവത്തിന്റെ ഇഷ്ടം എവിടുന്നാ വരണത്? ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് വരണത്. അപ്പം വചനത്തിൽ ഈ വിഷയത്തെക്കുറിച്ചെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതാണ് ദൈവേഷ്ടം എന്ന് വായിക്കണത്. നമ്മൾ എന്തിനാണ് ബൈബിൾ വായിക്കണത്? നമ്മൾ എന്തിനാണ് ബൈബിൾ പ്രാർത്ഥിക്കണത്? നമ്മൾ എന്തിനാണ് ബൈബിൾ പ്രസംഗം കേൾക്കണത്? അതിൽ ദൈവേഷ്ടമുണ്ട്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ. ഇപ്പോൾ ചില ആൾക്ക് പറയും ഞാൻ 3 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു. ചില പറയും ഞാൻ 3 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ എഴുതി. നീ എഴുതിക്കോ, ഒരു പ്രശ്നവുമില്ല. കഴിക്കുന്നില്ല മസിലുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ബൈബിൾ എഴുതിക്കോ. പക്ഷെ അതൊന്നും അല്ലല്ല പ്രശ്നം. ബൈബിൾ നീ 10 എഴുതിയാലും ആ ദൈവവചനം നിങ്ങൾ ദൈവവചനം വായിക്കുന്നു, അതിലെന്താണ്? നിത്യജീവനുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. യോഹന്നാൻ 5:39. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവചനം പഠിക്കുന്നതും ദൈവവചനം എഴുതുന്നതും ദൈവവചനം വായിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിത്യജീവനാണ്.
നിത്യജീവനെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും ഇല്ലാതെ ബൈബിൾ പ്രിൻ്റ് ചെയ്യുന്ന എന്തുമാത്രം പ്രസ്സുകാരുണ്ടാവും ഇല്ലേ? അവർക്ക് യാതൊരു കാഴ്ചപ്പാടുണ്ടാകത്തില്ല നിത്യജീവനെക്കുറിച്ച്. അവരൊരു ബിസിനസ് പോലെ ചെയ്യണതാണ്. ബൈബിൾ പ്രിൻ്റ് ചെയ്ത് വിലക്ക് വിൽക്കുന്ന പ്രസ്സുകാരൊക്കെ ഉണ്ട്. അതല്ല പ്രശ്നം. ദൈവവചനം നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ എന്താ അന്വേഷിക്കുന്നതാണ് പറഞ്ഞത്? അതിൽ നിത്യജീവനുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ വചനത്തിൽ നിന്ന് നിത്യജീവൻ കണ്ടെത്തുവാൻ വചനം വായിക്കാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിത്യജീവിതത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ച ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. ആരാധന യേശുവേ പരമദിവ്യകാരുണ്യത്തിന് അപ്പം നമ്മുടെ ബേസിക്സ് എന്താ? ബേസിക്സ് എന്ന് പറയണത് ആധാരം, അടിസ്ഥാനം എന്താണ്? അതായത് വെളിപാട് കിട്ടണമെങ്കിൽ ഉടമ്പടി വെളിപാടിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഒക്കെ സാധ്യതയുള്ള മഹാ ആധ്യാത്മികമായ പദ്ധതിയാണ്. പക്ഷെ അതിലൊക്കെ ചെല്ലണമെങ്കിൽ സിമ്പിളാണ്. എന്താ കാര്യം? അത് 14:21 എന്താ നമ്മൾ 14:21 വായിച്ചത്? ഒന്നുകൂടെ വായിച്ചേ. ശ്രുതികട. ഹല്ലേലൂയ. യോഹന്നാൻ 14:21 എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ വെളിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ്. അതിന് ആർക്ക് വേണമെങ്കിലും ദൈവം വെളിപ്പെടുത്താം. അതിന് ദൈവം ഒരു ലിമിറ്റോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തികളെയോ വെച്ചിട്ടില്ല. അതിൻ്റെ ഒരു മുൻ ആവശ്യം ഇത്രയേ ഉള്ളൂ: എന്നെ സ്നേഹിക്കണം, പിന്നെന്താണ്? എൻ്റെ കൽപ്പന പാലിക്കണം. അപ്പം എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുക. അത് തന്നെയാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി എന്താ ചെയ്യണത്? അപ്പോൾ ഈ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യം എന്താ ഉണ്ടാകേണ്ടത്? ഈ 14:21 അനുസരിച്ച് എന്താ പറയുന്നത്? വായിച്ചോളൂ, വായിച്ചേ. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ ഈ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഉടമ്പടി. അത് അങ്ങനെയുള്ളവരാണ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പോഴെൻ്റെ പ്രശ്നം വെച്ചാൽ അടുത്ത വചനം എന്താണ്? എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ, ഒന്ന് പറഞ്ഞ, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇപ്പൊ കൊച്ചുരഹസ്യക്ക് വന്നിരിക്കുന്നത് എന്താണ്? അവർക്ക് ഭയങ്കര ദൈവസ്നേഹമാണ്. അതുകൊണ്ട് വെളിപാടുണ്ട്. അതുകൊണ്ട് മകളോട് അവൾ പറയണത് എന്താണ്? നീ വിമാനത്ത് അവൾ ഒരു പൂച്ചക്കാലിനെ പോലെ അവിടെ കാണുന്നില്ല. ഫ്ലൈറ്റ് എല്ലാം റദ്ദായി ഇരിക്കണേ. എങ്കിലും നീ അവിടെ തന്നെ നിൽക്ക്. കർത്താവ് എന്നോട് പറയണത് എന്താണ്? 4 മണിക്ക് ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയണത്. അപ്പോൾ നമ്മളവർക്ക് 40 പേരുണ്ടാവുമെന്ന് ഇല്ല, വെറും 3 പേര്. അതിലൊന്ന് ഇവളാണ്. ഇവൾക്ക് വേണ്ടി ആ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ ആ ഒരു അറിവ് ദൈവത്തിൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മനസ്സിലുള്ള അറിവ് എന്ത് ചെയ്ത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അങ്ങോട്ട് പകർന്നു കൊടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ചുമ്മാ എനിക്ക് തോന്നിയതായിരിക്കും അത്. പിന്നെ ഇപ്പോഴല്ലേ ഈ കോവിഡ് കാലത്തല്ലേ ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ എന്നെ ഭ്രാന്ത. പിന്നെ ഒരാൾക്ക് വേണ്ടി ഒരു ഫ്ലൈറ്റ് മുഴുവനും അങ്ങോട്ട് ചാർട്ട് ചെയ്യാൻ പോകണം. ഇതൊക്കെ നോൺസെൻസാണ്. അതൊക്കെ ചുമ്മാ എൻ്റെ ഇഷ്ടം കൊണ്ട് അങ്ങ് തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞ് ചേടത്തി തള്ളിക്കളഞ്ഞില്ല. ചേടത്തി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, നീ അവിടെ തന്നെ വിമാനത്ത് അവിടെ നിൽക്ക്. എന്താണ്? 4 മണിയാകുമ്പോൾ ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ടാവും. അത് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കണതാണ്. എന്ന് വെച്ചാൽ ബൈബിൾ കാലത്ത് പോലും നടക്കാത്ത കാര്യങ്ങളാണ് ദൈവം ഈ ഉടമ്പടിയിലൂടെ ഇക്കാലത്ത് നടക്കണത്. നമുക്ക് ചിന്ത ഞെട്ടിപ്പോവും. നിങ്ങളെ കൈവച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ,
നിങ്ങളുടെ രക്ഷയുടെ ഒരു സംവിധാനത്തിലാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ എന്തിനാ ശാസനാപൂർവ്വം സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ബുദ്ധിബോധമില്ലാതെ ആരെങ്കിലും പറയണ കേട്ട് കൊണ്ടുവന്ന് നിങ്ങളെ അപേക്ഷകത്തിന് പോലെ എഴുതിയിട്ടിട്ടുണ്ട്. അവരൊക്കെ റീതിങ്ക് ചെയ്തിട്ട് കറക്റ്റ് ഉടമ്പടിയുടെ ഫോർമാറ്റിൽ വരണം. ഉടമ്പടിക്ക് ആദ്യം എന്താ വേണ്ടത്? ദൈവസ്നേഹമാണ് വേണ്ടത്. ദൈവസ്നേഹമാണ് വേണ്ടത്. ഇപ്പം ദൈവസ്നേഹം ആദ്യമായിട്ട് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ, ദൈവസ്നേഹമാണോ നിങ്ങളുടെ വ്യക്തികളുടെ സ്നേഹം ഉണ്ടാകും, വസ്തുക്കളോട് സ്നേഹം ഉണ്ടാകും, വിഷയങ്ങളോട് താല്പര്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ദൈവസ്നേഹത്തേക്കാൾ കൂടുതലാണോ നിങ്ങളുടെ വിഷയങ്ങളോട് താല്പര്യമെന്ന് നിങ്ങൾ ആത്മശോധന ചെയ്യണം. നിങ്ങൾ നോക്കണം. എനിക്ക് വീടില്ല എന്ന് വിചാരിച്ചോ, വീടില്ലെന്ന് വിചാരിച്ചോ, വീട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി ചെയ്തത്. അപ്പോൾ നമ്മൾ ഉടനെ ആൾക്കാരെല്ലാം നമ്മൾ സ്ക്രൂ ചെയ്തു ഉടമ്പടി. നമ്മൾ ചെന്ന ഒരു ഉടമ്പടി എടുത്താൽ മതി, പിറ്റേ ദിവസം തന്നെ ലൈഫ് മിഷൻ്റെ വീട് നമുക്ക് അനുവദിക്കും. അപ്പോൾ പഞ്ചായത്തിൽ ഒരു 16-ാം തീയതി ലൈഫ് മിഷൻ്റെ വീടുണ്ടെങ്കിൽ അതിനു വേണ്ടി ചില കാണ്ടാമൃഗം വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 16-ാം തീയതി മഞ്ഞ് ഈ ചില ആൾക്കാർ ദീർഘശ്വാസം വായു വലിക്കണ പോലെ വായു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിബോധമില്ലാത്ത പിശാചുക്കളെ ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയാൻ പാടില്ലാതെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൈയും കാര്യം കെട്ടാൻ വേണ്ടി പിശാചിനെ വേഷം കെട്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വീടിനേക്കാൾ വലുതാണ് കർത്താവിന് തോന്നണം. അതാണ് ദൈവസ്നേഹം എന്ന് പറയണത്. നിങ്ങൾ ദൈവസ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ മകളുടെ കല്യാണം, അല്ല നിങ്ങളുടെ മകളുടെ ഓഫർ ലെറ്റർ, അത് നിങ്ങളുടെ ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ മകൾ പറഞ്ഞു, എൻ്റെ അമ്മ ഇതാണ് അമ്മ പറഞ്ഞ ഉടമ്പടി. പിന്നെയും പോയില്ല ഓരോ വിഷയം. പണ്ടെനിക്ക് ഉടമ്പടി എടുക്കുന്ന മുമ്പ് 2 മൊഴിയുടെ പോയുള്ളായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ 3 പോയില്ല. ഇതാണ് നിങ്ങൾ പറഞ്ഞ ഉടമ്പടി എന്ന് മകൾ നമ്മുടെ കയറ്റി കയറുമ്പോൾ നമ്മൾ കാണ്ടാമൃഗം പറഞ്ഞ് കേട്ടിട്ട് ദൈവത്തെ പറഞ്ഞു, ദൈവമേ ഇതാണ് ഉടമ്പടി. പണ്ട് എൻ്റെ മകൾ ഉടമ്പടി എടുക്കാമായിരുന്നു, അപ്പോൾ തമ്മിൽ 2 മൊഴികൾ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ 3 മൊഴികളും പോയി. എൻ്റെ മകളെ, നിൻ്റെ സ്വഭാവം ഇതായത് കാരണം നിൻ്റെ സ്നേഹത്തെ ദൈവം പരീക്ഷിക്കുകയാണ്. അതിനൊരു ബുദ്ധിയും ബോധവും നമുക്കുണ്ടാകണം. കാരണം ദൈവത്തിൻ്റെ പ്രഖ്യാപിത നിലപാട്, നയത്തിൻ്റെ പരിപാടികൾ എന്താണ്? ആദ്യം തന്നെ ഈ സംഭവം പരീക്ഷിക്കും. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഈ ആത്മീയം ഉള്ളതുപോലെ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എന്താ കാര്യം എന്നാ പറഞ്ഞറിയാമോ? കർത്താവിനോട് പറഞ്ഞുള്ള കാര്യം, നീ സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളെ സംരക്ഷിക്കണം. അത് മണ്ണോട് മണ്ണ് തീർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പട്ടം കിട്ടി പുറത്ത് വന്നപ്പോൾ കർത്താവ് എന്നോട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നിതാ, ജനങ്ങളുടെ നവീകരണം, വിശുദ്ധീകരണം എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ് സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളുണ്ട്. അത് മിഷണറി സാഹിത്യമാണ്, മിഷണറി സമ്പ്രദായങ്ങളാണ്. അത് നീ റീക്രിയേറ്റ് ചെയ്യണം, റീജുവിനേറ്റ് ചെയ്യണം. അതിൻ്റെ പുത്തമ്പാനുണ്ട്, അമ്മാനമുണ്ട്, ദേവാസ്തവിളിയുണ്ട്, പിച്ചപ്പാട്ടുണ്ട്, അണ്ണായിപ്പാട്ടുണ്ട്, പരിചമുട്ടുകളിയുണ്ട്, പരിചപീസുകളിയുണ്ട്, ചവിട്ടുകളകുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പോയി കിടക്കുകയാണ്. എല്ലാം നീ തിരിച്ചു വിടാൻ പറഞ്ഞു. അപ്പം അന്ന് പോലെ ഇന്ന് വരെ നിങ്ങൾക്കറിയാമല്ലോ, കൃപാസനം പത്രം ലക്ഷങ്ങൾ വായിക്കുന്ന പത്രങ്ങളാണ്. എല്ലാ പത്രത്തിലും ഉണ്ടാകും സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങൾ, അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചവിട്ടുനാടകം ഇവിടെ വൈക്കത്ത് കളിച്ചു. അതിന് മുമ്പ് 1 മാസം ചവിട്ടുനാടകം നമ്മുടെ പട്ടുമലയിൽ കളിച്ചു. എല്ലാ ദിവസവും ഇതുണ്ട്. കാര്യം ഇത് സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളാണ്, മിഷൻ്റെ ഭാഗമാണത്. അപ്പം അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ തിരയും തീരക്കാറ്റും. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ചവിട്ടുനാടകം, ചരിത്ര നാടകം, അതുപോലെ തന്നെ ഭക്തിപ്രധാനമായ നാടകങ്ങളുണ്ട്. ബിജിന നാടകം, അതുപോലെ തന്നെ ജ്ഞാനസുന്ദരി നാടകം, ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പുണ്യാളന്മാരുടെ നാടകമുണ്ട്, അതുപോലെ തന്നെ ഗീവർഗീസ്, വിസ്ത സെബസ്ത്യാനോസ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എന്തുകൊണ്ടാണ് ഈ നാടകത്തിന് ജനജീവിതവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്തത്? അതാത് കാലത്തുള്ള കാലിക പ്രശ്നങ്ങളെ നാടകത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ആവശ്യങ്ങളോട് എന്തുകൊണ്ടാണ് ഇതിന് സംവേദിക്കാൻ പറ്റാത്തത്? അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ തിരയും തീരക്കാറ്റും എന്നും പറഞ്ഞുകൊണ്ട് 97 നരസിംഹറാവു കടൽ വിറ്റായിരുന്നു. അന്നുകൊണ്ട് തീരപരിപാലന നിയമം വന്നപ്പോൾ ശരിക്കും നമ്മൾ തീരം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത പരുവത്തിലായി. പിന്നെ തീരക്കടലിലാണെങ്കിൽ ബോട്ടുകാരൻ ട്രോൾ ചെയ്ത് മത്സ്യത്തൊഴിലാളി, നാടൻ മത്സ്യത്തൊഴിലാളി പട്ടിണിയിലുമായി. അപ്പോൾ ഇതൊക്കെ സംഘർഷം അനുഭവിക്കുന്ന സമയത്ത് ഞാൻ 94 തിരയും തീരക്കാറ്റും എന്ന് പറഞ്ഞ് നാടകം എഴുതി കളിക്കാൻ പോയത്. ഇന്ന് രാത്രി കളിയുണ്ടെങ്കിൽ പകൽ സ്റ്റേജ് ഇട്ടപ്പോൾ കുറേ ആശാന്മാർ നാടകം കളിക്കുന്ന ആശാന്മാർ പകൽ ചവിട്ടാട സ്റ്റേജ് ഇട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ സ്റ്റേജിനവിടെ പോയി നിൽക്കുന്നത്, എല്ലാം ഓരോ മൂവ്മെൻറ്റിനും ഞാനിവിടെ ഉണ്ട്. അപ്പോൾ നിൽക്കുമ്പോൾ ഈ പകൽ 12 മണിക്ക് ഈ ഇട്ട സ്റ്റേജിൻ്റെ പുറത്ത് കയറി
ചവിട്ടുനാടക ഈ ആശാന്മാർ ചവിട്ടുകയാണ്. അവർ കവിത്വമെടുത്ത് കലാശം കൊട്ടുകയാണ്. അതിൻ്റെ ഭയങ്കര ഈ താണ്ഡവമായത് കാരണം ചവിട്ടിപ്പൊളിച്ച് ചിലപ്പോൾ അവിടുത്തെ വേദി തന്നെ ഒടിഞ്ഞു വീഴും. അത്രയും ഉഗ്രം ചവിട്ടി അവിടെയാണ്. അപ്പോൾ എനിക്ക് വിറഞ്ഞ് ഞാൻ അപ്പം നിങ്ങൾ എന്നാ പ്രാന്താ കാണിക്കണേ, എനിക്ക് നാണുണ്ടോ, താഴെ ഇറങ്ങി നിന്നേ. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഇപ്പം പകരി സാധനം ചവിട്ടി നോക്കിയാലുണ്ടല്ലോ, രാത്രി നാടകം കളിക്കുമ്പോൾ ഇത് ഒടിഞ്ഞു പോയാൽ ജനങ്ങളുടെ മുമ്പിൽ മുഴുവൻ നമ്മൾ നാണം കെട്ടു. അപ്പം ഞാൻ പറഞ്ഞു എന്നാ ചവിട്ടിക്കൊള്ളാൻ പറഞ്ഞു. എന്താ സംഭവം? സ്റ്റേജ് അവരെന്താ നോക്കണത്? സ്റ്റേജിന് വിസ്താരമുണ്ടോ, സ്റ്റേജിന് പൊക്കമുണ്ടോ, അതല്ല, അതൊന്നുമല്ല നോക്കണത്. സ്റ്റേജ് നല്ല കാണാൻ ഭംഗിയാണോ എന്നൊന്നല്ല നോക്കണത്. സ്റ്റേജിനെ വിശ്വസിക്കാൻ കൊള്ളാമോ, തട്ടിനെ വിശ്വസിക്കാൻ കൊള്ളാമോ, അതാണ്. ഇസ് ഇറ്റ് റിലയബിൾ? വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം അത് തന്നെ നോക്കണത്. നിൻ്റെ സൗന്ദര്യമോ നിൻ്റെ ആരോഗ്യമോ നിൻ്റെ ജോലിയോ നിൻ്റെ പെൻഷനോ നിൻ്റെ വസ്തുക്കളോ ഒന്നും നോക്കത്തില്ല. ഈ പണ്ടാരത്തിനെ വിശ്വസിക്കാൻ കൊള്ളാമോ? അതാണ് പ്രശ്നം. ഇതിനെ വിശ്വസിക്കാൻ കൊള്ളാമോ? ഈ ഒരാളിൻ്റെ അടുത്ത് വന്ന് തലവെച്ചെടുത്തിരിക്കണം, മനസ്സിലായില്ലേ? ഈ ഒരാളിൻ്റെ അടുത്ത് വന്നാൽ നമ്മൾ തലവെച്ചിരിക്കണം ഉടമ്പടിയിൽ. ദൈവം ആദ്യം നോക്കണത് എന്താണ്? ഇതിനെ വിശ്വസിക്കാൻ കൊള്ളാവോ? ഈ വിശ്വസിക്കാൻ കൊള്ളാവോ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ബാബു ഫിലിപ്പ് എന്നും പറഞ്ഞൊരുത്തൻ വന്ന് ഉടമ്പടി ചെയ്ത്, പത്തനംതിട്ടക്കാരനാണ്. കക്ഷി കർണാടകയിൽ പോയി റബ്ബർ വെട്ടുകയാണ്. അപ്പോൾ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയോട് പല ആൾക്കാർ പുള്ളിക്കാരൻ പയ്യന്നൂർ നിൽക്കുന്ന സമയത്ത് 2 പയ്യൻസ് വന്നിട്ട് കൃപാസനം പത്രം കൊടുക്കും. അപ്പോൾ പുള്ളിക്കാരൻ പത്രം വായിക്കും, പുള്ളിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ പുള്ളിക്കാരൻ പറയും, മാതാവേ ഞാൻ കർണാടകയിൽ നിൽക്കുകയാണ്, എനിക്ക് ഒന്നും നിൻ്റെ അടുത്ത് വരാൻ ഒത്തെങ്കിൽ ഭയങ്കര ഭാഗ്യം വരണം. എൻ്റെ ജീവിതം കടങ്ങളുണ്ട്, പിന്നെ എൻ്റെ വരുമാനമൊക്കെ മോശമാണ്, റബ്ബറൊന്നും പാല് തരണില്ല, ആകപ്പാടെ വിഷമമാണെന്നൊക്കെ പക്ഷേ എനിക്ക് വരാൻ പറ്റണില്ല. കാര്യം റബ്ബർ വെട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ പോകും? അപ്പോൾ മാർച്ചിലാണ് മറ്റേ വെട്ട് തീരും, മാർച്ചിൽ വെട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് മാർച്ച് കഴിയുമ്പോൾ വരാമെന്ന് മാതാവിനോട് പറഞ്ഞ്, ഞാൻ മാർച്ച് കഴിയുമ്പോൾ വന്നേക്കാമെന്ന് പറഞ്ഞു ഉടമ്പെടുക്കാൻ വേണ്ടി. പക്ഷേ അമ്മയോട് ഇത് പറഞ്ഞപ്പോൾ അമ്മ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ചിന് മുമ്പ് തന്നെ ഇയാൾക്ക് വരാനുള്ള ഒരു അനുഗ്രഹം കൊടുത്ത്. അപ്പോൾ ഈ റബ്ബർ വെട്ടുകാരന് ആ സഹോദരൻ വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ ഇവർ ചെറുതിട്ട് ഒരു വീട്ടിൽ ചെല്ലും. കർണാടകത്തിൽ ഒരു മുതലാളിയുടെ റബ്ബറാണ് വെട്ടണത്. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് ഇയാളെ സ്വീകരിക്കുകയാണ്. ഇയാളെന്താ പറയണമെന്നറിയാമോ? മകനെ, നീ ഉടമ്പടി എടുത്തപ്പോൾ രക്ഷപ്പെട്ടത് ഞങ്ങളാണ്. അപ്പോൾ ഇയാൾ അന്തം വിട്ടുപോയി. അപ്പോൾ ഇയാൾ ചോദിച്ചു എന്നാ പറ്റി? അല്ല, നീ വെട്ടണ റബ്ബർ തോട്ടം വിറ്റുപോയെന്ന് പറഞ്ഞു. കാര്യം ഇവിടെ കണ്ടില്ലേ? അയാൾ ആ റബ്ബർ തോട്ടത്തിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി കുറച്ചുകൂടി പാല് കിട്ടാൻ വേണ്ടിയാണ് വന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. റബ്ബറിന് പാല് കുറവാണ്. അപ്പം ഇത്തിരി പാല് കിട്ടാൻ വേണ്ടിയാണ് ആ മനുഷ്യൻ വന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഈ ഉടമ്പടിയും ചെയ്ത് അവിടെ ചെന്നപ്പോൾ എന്നാ പറ്റി? ആ പുള്ളിക്കാരൻ വെട്ടിക്കൊണ്ടിരുന്ന റബ്ബർ തോട്ടം വിറ്റുപോയെങ്കിൽ അയാൾ ഉടനെ ഈ മനുഷ്യൻ ഉടനെ പറയുവേ, സാരമില്ല, മാതാവ് എനിക്ക് വേറെ എന്തെങ്കിലും കണ്ടു കാണും, എൻ്റെ ജീവിതമാർഗ്ഗം മുട്ടിപ്പോയില്ലേ, അപ്പം അമ്മ എനിക്കെന്തെങ്കിലും കണ്ടു കാണും. അതുകൊണ്ട് ഈ മനുഷ്യൻ എൻ്റെ പേരിൽ നിരാശയോ സങ്കടമോ ഇല്ല. ബുദ്ധിയും പോലും ഇല്ലാത്തവരാണെങ്കിൽ പോയി ഉടമ്പ എടുത്തപ്പോൾ വിളക്കാന്ന് വെച്ചാൽ പാണ്ടായാലും പറഞ്ഞ് പോയി വേണമെങ്കിൽ 2 സ്മോൾ അടിച്ചിട്ട് ദൈവത്തിൽ തേടി പറയും. ഇതാണ് വിഷയം ഇതിനകത്ത് വരണത്. അപ്പോൾ ഇയാൾ ഈ ഉടമ്പടി എടുക്കുന്നവർക്ക് നമ്മൾക്ക് ഈ ദൈവികമായ മനസ്സുകൾ വെളിപ്പെടുന്നത് വ്യത്യസ്തമായ കാലാവസ്ഥ കാണിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ കാണാൻ നമുക്കൊരു ബുദ്ധി ഉണ്ടാകണം. ഈ മനുഷ്യൻ വെയിറ്റ് ചെയ്തിട്ട് ഇയാൾ പറയണേ, ഞാൻ ഏതായാലും ഇപ്പം ഞാൻ ഫ്രീ ആയി, എൻ്റെ തോട്ടം പോയില്ലേ, അപ്പോൾ ഞാൻ ഫ്രീ ആയി. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? 2 മണിക്ക് ഞാൻ എഴുന്നേക്കണാണ്. റബ്ബർ തോട്ടത്തിൽ പോകണമെങ്കിൽ 3 മണിക്ക് എത്തണം, അവിടെ 6 മണിക്ക് മുമ്പ് വെട്ടി തീരണം. അപ്പോൾ ഞാൻ 2 മണിക്ക് എഴുന്നേക്കും. 2 മണിക്ക് എഴുന്നേറ്റ് എനിക്ക് വെട്ടാത്ത തോട്ടയിലില്ല, ഞാൻ കൈവരിച്ച് നിന്നോട് കൊന്തയിൽ വന്നു. അതാണ് ഒരു സാഹചര്യത്തെ ആ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന രീതി കണ്ടില്ലേ? ഞാൻ 2 മണിക്കാണ് എഴുന്നേറ്റ് പോകും, കാര്യം ഞാൻ ഇങ്ങനെ പരിചയിച്ച് പോയതാണ്. പക്ഷേ വെട്ടാൻ തോട്ടമില്ല. അത് ഞാൻ കൈവരിച്ച് വന്നുകൊണ്ട് ജോമാല ചെല്ലും. രാവിലെ ഞാൻ പള്ളിയിൽ പോകും, പക്ഷേ എനിക്ക് പള്ളി അടുത്തൊന്നുമില്ല, ഞാൻ ഓട്ടോറിക്ഷ പിടിച്ച് കുർബാന കാണാൻ പോകും. അപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ തോട്ടം പോയി, പക്ഷേ ദൈവത്തോടുള്ള ഉടമ്പടി അയാൾ മുടക്കണില്ല. അങ്ങനെ ഒരു ദിവസം വന്ന് പുള്ളി ടൗണിൽ ചെന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ്, എടാ എന്താ നീ കറങ്ങി നടക്കണത്, പണിയൊന്നുമില്ലേ? അപ്പോൾ പറഞ്ഞ് എൻ്റെ തോട്ടം വിറ്റുപോയെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, നീ വാ,
നിങ്ങൾക്ക് 2 തോട്ടം തരാമെന്ന് പറഞ്ഞു. 2 തോട്ടം കൊടുക്കുക തന്നെയില്ല. അയാൾ പറയണത് ഈ മാതാവാണ് എനിക്ക് റബ്ബർ വെട്ടി തന്നതെന്ന്. എന്താ കാര്യം? ഇങ്ങനെ ചറം ചീറ്റിക്കൊണ്ടിരിക്കുന്ന സംഭവം. അതായത് ഈ മനുഷ്യൻ മറ്റ് റബ്ബർ തോട്ടത്തിൽ കിടന്നിരുന്നെങ്കിലേ അയാൾ നശിച്ചു പോയേനം, വരുമാനമില്ലാതെ. അമ്മയ്ക്ക് ഇയാളെ മാറ്റണം. അതുകൊണ്ട് ഇയാൾ വിറ്റെന്താ? ഇയാൾ പറഞ്ഞത് അവിടെ ചറം കൂടുതൽ കിട്ടണമെന്നാണ് പറഞ്ഞത്. അത് നടക്കാത്ത കാര്യമായതുകൊണ്ട് അമ്മ ഇയാൾ അവിടുന്ന് മാറ്റിയിട്ട് വേറെ തോട്ടം കൊടുത്തിട്ട് 1-ന് 2 തോട്ടം കൊടുത്ത്. ആ സാക്ഷ്യം കേൾക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന ഒരു സാക്ഷ്യങ്ങളുടെ പിന്നെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടി എടുക്കുന്നവർ വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കണം, പിന്നെ ശ്രദ്ധ ഉണ്ടാകണം, പിന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ പഴയ അഭ്യാസം കാണിച്ച് പണി മേടിക്കരുത്. കാരണം ദൈവം നോക്കണത് ഈ റബ്ബർ തോട്ടം വിറ്റാൽ, ഇവൻ്റെ റബ്ബർ തോട്ടം വിറ്റാൽ ഇവൻ തിരിച്ചെന്നെ തന്തയ്ക്ക് വിളിക്കുമോ എന്നാണ് ദൈവം നോക്കണത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ചവിട്ട് നോക്കണേ, ചവിട്ട് നടക്കാരൻ പകരം ചവിട്ടത്തില്ലേ, അതുപോലെ ഇത് ഒടിയുവാന്ന് ചവിട്ട് നോക്കും. നിന്നൊക്കെ ആദ്യം കിട്ടാൻ പോണ പണി നീ ഒടിയുവാ ഇല്ലെന്ന് നോക്കത്തുള്ളൂ. അതായത് മിക്കവാറും ഞാൻ ഇന്നലെ കണ്ടിരിക്കേണ്ട 40% ആൾക്കാരും ഉടമ്പടി എടുത്തവർ ആദ്യത്തെ ദൈവത്തിൻ്റെ ചവിട്ടിൽ തന്നെ സാധനം ഒടിഞ്ഞു മാറും. പിന്നെ പ്രാർത്ഥനയില്ല, പള്ളിപ്പോക്കില്ല, ദാനധർമ്മമില്ല, വീട്ടിലാരുടെ മിണ്ടത്തില്ല, ഒരു പരിപാടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നമ്മുടെ ഈ റബ്ബർ പലക പോലുള്ള ആൾക്കാർ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി എടുക്കുമ്പോൾ ഓർക്കുക, ഇത് വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. ഇതിനെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. നിയമാവർത്തനം 7:9. നിയമാവർത്തനം 7:9. ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ. ജീവിതം ധന്യമായിത്തീർന്നിടും. നിയമാവർത്തനം 7:9. ഇതുപോലെ തന്നെ നമ്മുടെ 11:21-17 വായിച്ചില്ലേ? 17:21. അതുപോലെ തന്നെ ഉടമ്പടി വചനമാണ് നിയമാവർത്തനം. എത്രയാണ്? 7:9. 7:9. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. പറഞ്ഞ അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും ആദ്യം തുടങ്ങണത് എന്താണ്? തന്നെ സ്നേഹിക്കുകയും. അവിടുന്ന് തുടങ്ങണ ഉടമ്പടി. ഉടമ്പടി തുടങ്ങണത് എങ്ങനെയാണ്? തന്നെ സ്നേഹിക്കുകയും. ആദ്യം എന്താണ്? അല്ലാതെ നിങ്ങളുടെ IELTS സ്നേഹിക്കുകയും നിങ്ങളുടെ വസ്തുവിനെ സ്നേഹിക്കുകയും നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുകയും ഭാര്യയെ സ്നേഹിക്കുകയും ചെയ്യണമല്ല. ആദ്യം എന്താണ്? ദൈവത്തെ സ്നേഹിക്കണം. അതാണ് ഇവിടെ നിന്ന് ഉടമ്പടി തുറക്കണത്. പറഞ്ഞ് തന്നെ സ്നേഹിക്കുകയും. പറഞ്ഞ് തന്നെ സ്നേഹിക്കുകയും അടുത്ത വചനം തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. അപ്പം വിശ്വസ്തനായ ദൈവമാണ്. അതായത് ഇതുപോലെ തന്നെയാണ് വിശ്വസ്തത നമുക്ക് വേണ്ടത്. അത് ദൈവം പറയുന്നുണ്ട്. എന്താണ്? കർത്താവ് വിശുദ്ധിയുള്ളവരെ പോലെ നമ്മളും വിശുദ്ധരായിരിക്കാൻ പറയണ പോലെ തന്നെയാണ് ഈ വിശ്വസ്തത. എങ്ങനെയാണ് ദൈവം അളക്കണത്? നമ്മുടെ വിശ്വസ്തത അളക്കണത് ആദ്യമേ തന്നെ തരികിട കാര്യങ്ങൾ സംഭവിക്കും. ഉടമ്പടി എടുത്ത് ആദ്യത്തെ മാസവും 2-ാമത്തെ മാസവും 3-ാമത്തെ മാസമൊക്കെ ചില സമയത്ത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും? അതുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടും പിന്നെ സങ്കടത്തിന് നമ്മൾ ജപ്തി നടപടിക്ക് മാറ്റമൊന്നുമില്ലല്ലോ. ഉടമ്പടി എടുത്തിട്ടും പിന്നെ ഞാൻ പരീക്ഷയ്ക്ക് പിന്നെ തോറ്റല്ലോ, ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ ഇൻ്റർവ്യൂ തോറ്റല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് താമസിച്ച് എഴുന്നേക്കും, പത്രം കൊടുക്കത്തില്ല, പേഴ്സണൽ പ്രവർത്തനം ചെയ്യത്തില്ല, ആക്കാനും വേണ്ടി ഓക്കാനിക്കളെ ഒപ്പിച്ചുണ്ടാക്കി കൊടുത്ത് വരുത്തി തീർക്കും. ഇങ്ങനെയുള്ള വാദപ്പനി പരിപാടിയൊക്കെ കാണിക്കും. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി, നിങ്ങൾ ഉടമ്പടിയിലല്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ദൈവത്തിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇത് ടെസ്റ്റാണ്,
ചവിട്ടി നോക്കുകയാണ്, ഒടിവാൻ നോക്കുകയാണ്. ഞാൻ ഒടിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരുട്ട് ചെയ്യണം. കൈ ഇട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ വിശ്വസ്തത കാണിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ദൈവസ്നേഹം വേണം. അല്ല, വിശ്വസ്തത കാണിക്കണമെങ്കിൽ കത്തോലിക്കനായിരിക്കണം, അല്ല ക്രിസ്ത്യാനി ആയിരിക്കണം എന്നല്ല ഞാൻ പറയണത്. വിശ്വസ്തത കാണിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവസ്നേഹം വേണം. ഉടമ്പടിയിലെ ഗുണം അതാണ്. ആർക്ക് വേണമെങ്കിലും മുതൽ മുടക്കാം. ദൈവത്തോട് വിശ്വസ്തത ഉണ്ടായാൽ മതി. ആർക്ക് വേണമെങ്കിലും. നീ ഇപ്പോൾ ജ്ഞാനസ്നാനപ്പെട്ടിട്ടില്ല, നീ ക്രിസ്ത്യാനി അല്ല, ബേസിക്കായിട്ട് അല്ലെന്ന് തന്നെ വിചാരിച്ചോ. പക്ഷേ നീ ഇതിനകത്ത് ദൈവത്തോട് നീ അല്പം സ്നേഹം കാണിച്ചാൽ, ഒരു ചെറിയ സ്നേഹം കാണിച്ചാൽ മതി, നീ നശിച്ചു പോകാൻ അനുവദിക്കത്തില്ല. സത്യസന്ധമായ ഒരു ഉഴക്ക സ്നേഹം നീ ദൈവത്തോട് കാണിച്ചാൽ നീ നശിച്ചു പോകാൻ. ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായി. 5 എന്നാണ് ആ മോള് തുടങ്ങിയത്. അവളുടെ അമ്മായിയമ്മയാണ്. അമ്മായിയമ്മയാണ് എൻ്റെ അവൾ പറയുന്നുണ്ട്, അമ്മായിയമ്മയാണ് യഥാർത്ഥ അധികാരി ഉടമ്പടിയുടെ. അങ്ങനെ പറയണത് അനുഗ്രഹത്തിൻ്റെ അധികാരി എൻ്റെ അമ്മായിയമ്മയാണ്. ഞാൻ അവരുടെ മകൻ്റെ ഭാര്യയാണ്. അമ്മ വഴി ഞങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യമാണ് ഞങ്ങൾ പറയാൻ വന്നത്. ഞങ്ങൾ 3 പേരും വന്നിട്ടുണ്ട്. അത് രസമാണ് ആ സാക്ഷ്യം. ഇന്നിട്ടിട്ടുണ്ട് രാവിലെ. അതെന്താണ് സംഭവിച്ചത്? പരമേശ്വരി അമ്മ ഒരു നായർ സ്ത്രീയാണ്, സഹോദരിയാണ്, വൈക്കത്തുകാരത്തിയാണ്. അപ്പം അവർ പറയണത്, അവർ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകും, എല്ലാ ദിവസവും. ഇപ്പോൾ അവിടെ പ്രശ്നം ആദ്യം പറയാം. അവിടെ പ്രശ്നം എന്ന് പറയണത്, അവിടെ മകൻ കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ അവർക്ക് കിട്ടിയ സ്ത്രീധനം കുറച്ച് കാര്യങ്ങളുണ്ട്. കച്ചവടം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ മകന് ഒരു പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് നാട്ടിൽ തന്നെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ കാശിന് അവർ ഒരു കച്ചവടം തുടങ്ങി. പക്ഷെ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കാശെല്ലാം കച്ചവടം ചെയ്ത് തീർന്ന് കുടുംബം വെളുത്തുപോയി. കുടുംബം വെളുത്തോടുകൂടി ഈ ചേച്ചിക്ക് ഭയങ്കര സങ്കടമായി. ഇവർക്ക് ഉറക്കമില്ലാതെ ഇവൾ മരുമകളോട് പറഞ്ഞു, എടി മകളെ, ഇപ്പം കച്ചവടം പൂട്ടാനായല്ല, ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ മകനോട് പറഞ്ഞ്, ഭർത്താവിനോട് പറഞ്ഞ്, അമ്മ ഇങ്ങനെ സങ്കടപ്പെടാനല്ല, നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ കൂട്ടുകാരൻ ഇവനെ വിദേശത്ത് കൊണ്ടുപോയി. അപ്പോൾ അവരങ്ങനെ കടം മേടിച്ച് 6 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് അവർ വിദേശത്ത് പോയി. അപ്പോൾ വിദേശത്ത് ദുബായിലാണ് പോയെങ്കിൽ ഈ പറഞ്ഞ ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ജോലി കിട്ടാതെ കടം ബാങ്കിൽ ഇങ്ങനെ പലിശ പെരുകിക്കൊണ്ടിരിക്കുന്നു, ജോലിയും വരുമാനമൊന്നും ഇല്ല. അപ്പോൾ ഈ കുടുംബം 3 കുടുംബം നോക്കണത് ഈ ഒരു ഒറ്റ മകനാണ്. അവന് വരുമാനമില്ല. അവൻ ഇടയ്ക്കിടെ എല്ലാ ദിവസവും വിളിക്കും, അമ്മ ജോലിയൊന്നും ആയില്ല, ഞാൻ പല കമ്പനി ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്, ജോലിയൊന്നും ആയില്ല. ഇനി ഓരോ ദിവസവും ഓരോ കമ്പനി ഇൻ്റർവ്യൂവിന് പോകും, പക്ഷെ തോക്കും, അവർ വിളിക്കത്തില്ല. അപ്പോൾ അവനവിടെ ലോഡ്ജിൽ താമസിക്കും. അപ്പോൾ അതിൻ്റെ കാശും തീരാനായി. ഇങ്ങനെ ജീവിതം ആകെപ്പാടി അങ്ങോട്ട് തീരുകയാണ്. അപ്പോൾ ഈ പരമേശ്വരി അമ്മ എപ്പോഴും ഉള്ളിൽ പോയി ഇങ്ങനെ, അവർക്ക് ഉറക്കമില്ല. രാത്രി ഇങ്ങനെ അവർ എഴുന്നേറ്റ് നടക്കും വീട്ടിൽ, ഇത് കേട്ടിട്ടേ സങ്കടപ്പെട്ടിട്ടേ. അപ്പം മരുമകൾ പറയും, അമ്മ ഇങ്ങനെ ദൈവങ്ങളെ വിളിക്കണമുണ്ടല്ല, നമ്മളെ സഹായിക്കും, അമ്മ വന്ന് കിടന്ന് ഉറങ്ങ്. പക്ഷെ ഇവർക്ക് കിടന്നാൽ ഉറക്കം വരത്തില്ല. കുടുംബം പട്ടിണിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, വല്ലാത്തൊരു ജീവിതമാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവർ പെട്ടെന്ന്, ദൈവമേ എനിക്കൊരു മാർഗമില്ലേ എന്നിങ്ങനെ ദൈവത്തോട് ചോദിക്കും. അപ്പോൾ ഇവർ സ്വപ്നം കാണാം. സ്വപ്നം കണ്ടാ പിന്നെ സ്വപ്നം തന്നെ കണ്ടില്ലേ? ഇവർ സ്വപ്നം കാണും. സ്വപ്നം ഇതാണ്, അവരെല്ലാ ദിവസവും കുളിച്ച് കുറിയിട്ട് അവരുടെ അടുത്ത് 100 മീറ്റർ അകലെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പം ക്ഷേത്രത്തിലൂടെ എല്ലാ ദിവസവും പോകും. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്ന പോലെ ഇവർ സ്വപ്നത്തിൽ രാവിലെ കുളിച്ച് കുറിയിട്ട് സ്വപ്നത്തിൽ ക്ഷേത്രത്തിലൂടെ പോവുകയാണ്. പക്ഷേ ഇവർ ആ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രത്തിലൂടെ പോയിട്ട് നടന്നിട്ടും കുറേ നടക്കാനുണ്ട് അവർ. ആ 100 മീറ്ററൊന്നും അല്ല,
1000 മീറ്റർ നടന്നിട്ട് എത്തണില്ല. അപ്പോൾ ഇവർക്ക് സംശയമായി, ഇതെന്താ ക്ഷേത്രം കാണുന്നില്ലല്ല, ഇത് എത്തണില്ലല്ല, സ്ഥലത്തെത്തണില്ലല്ല, ഇതെന്ത് പറ്റി, നടന്ന് ഞാൻ കുഴഞ്ഞല്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അവസാനം ഇവർ ക്ഷേത്രം കാണും. ക്ഷേത്രം കാണുമ്പോഴുണ്ട് അവിടെ ബലിത്തറയില്ല, ആൽത്തറയില്ല, ശ്രീകോവിലില്ല, ഒന്നുമില്ല. അപ്പോഴവർ പറഞ്ഞു, ഭഗവാൻ ഇത് എന്താണിത്, ക്ഷേത്രം ഇല്ലല്ലോ ഇവിടെ, അതൊക്കെ മാറ്റിയായിരിക്കും ഒറ്റ ദിവസം കൊണ്ട്. ആകപ്പാട് നിൽക്കുന്നത് ഒരു ഗ്രില്ലിട്ട ഒരു ഹോളുണ്ട്, അതാണ് കാണുന്നത്. ഇതിന് പകരം ഒരു ഗ്രില്ലിട്ട ഹോള് അതാണ് കാണുന്നത്. അപ്പം നോക്കുമ്പോൾ ഇത് അപ്പോൾ ഇനി ക്ഷേത്രം മാറ്റി കാണുമായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ, മാറ്റുമായിരിക്കും, അധികാരിയോട് മാറ്റുമായിരിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ക്ഷേത്രത്തിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഗ്രില്ലിട്ട സ്ഥലമല്ലേ, അപ്പോൾ ഉടനെ ദേവി പരാശക്തി എന്നും പറഞ്ഞൊരു തൊഴും. അപ്പോൾ ഉടനെ ദേവി പറയും, നീ വിഷമിക്കണ്ട, നീ ഉടമ്പടി എടുത്താൽ മതി. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം, വല്ലാത്ത ഒരു സാക്ഷ്യമാണ്. ഈ വർഷം കേട്ടതിൽ ഏറ്റവും ടോപ്പ് സാക്ഷ്യമാണ്. ഇവരത് മനസ്സിരിക്കും, പക്ഷേ ഇവർക്ക് അതിനെക്കുറിച്ച് അതൊന്നും അറിയത്തില്ലല്ലോ, ഇവർക്കതിനെക്കുറിച്ചും അറിയത്തില്ല. അപ്പം ബെറ്റി എന്നും പറഞ്ഞ ഇവളുടെ ഒരു പണ്ട് പഠിപ്പിച്ച, ഇവൾക്ക് നിലത്തെഴുത്ത് പഠിപ്പിച്ച ഒരു സ്ത്രീ, ഇവർക്ക് പ്രായമുണ്ടേ, ഈ പരമേശ്വരമ്മക്ക് പ്രായമുണ്ട്. ആ ബെറ്റിയുടെ മകളുടെ മകളെ എഴുത്ത് തുടങ്ങിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർക്ക് കടവല്ലേ, ഭയങ്കര പങ്കപ്പാടല്ലേ, അവിടെ കുടുംബം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിന് ബെറ്റിനെ എടുത്തു തുടങ്ങിച്ചത് ഈ ടീച്ചറാണ്, ബെറ്റിയുടെ മോളെ എടുത്തു തുടങ്ങിച്ചത് ഈ ടീച്ചറാണ്. ഇപ്പോൾ ബെറ്റിയുടെ പേരക്കിടാവിനെയും കൊണ്ട് ബെറ്റി വരികയാണ് എന്നാണ് ഇവർ ധരിക്കണത്. അപ്പോൾ പറഞ്ഞ്, ടീച്ചറെ ഞാൻ അങ്ങോട്ട് വരിക കേട്ടോ. പറഞ്ഞു, നീ എന്തിനാ വരണത്, നീ ഇപ്പോൾ ഒന്നും വരണ്ട, എന്താ നമ്മുടെ ഇടം അവളെന്തിനാ അറിയണത്, നല്ല കാലം അവൾ കണ്ടതല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ കാലം കണ്ടാൽ അവൾക്ക് സങ്കടമാണ് ടീച്ചറിനെ. അപ്പോൾ നീ വരണ്ടെന്ന് പറയും. പിന്നെയും ടീച്ചറെ വിളിക്കും, പിന്നെയും ഈ ബെറ്റി 2 ദിവസം പിന്നെയും വിളിക്കും, ടീച്ചറെ എനിക്ക് ടീച്ചറിനൊന്ന് കാണണം, നീ ഇപ്പോൾ വരണ്ട, നീ എന്തിനാ ഇങ്ങോട്ട് വരണത്, നിൻ്റെ കൊച്ചിനെ എടുത്തു നോക്കിയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഉള്ള ടീച്ചർമാരെ കണ്ടിട്ട് എടുത്തു നോക്കിച്ചാൽ മതി, ഇങ്ങോട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വരണ്ടെന്ന് പറയും. ഇല്ല ടീച്ചറെ ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് 3ാമത്തെ പ്രാവശ്യം ബെറ്റി വന്നപ്പോൾ ബെറ്റിനെ ടീച്ചറത് സങ്കടമൊന്നും കാണിക്കാതെ വിളിച്ച്, ടീച്ചറെ എങ്ങനെയൊക്കെ പോണ കാര്യങ്ങൾ, മകനെയൊക്കെ ജോലി ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ടീച്ചർ പൊട്ടിക്കരയും. അപ്പോൾ ഇവിടെ പറയും, ടീച്ചറെ കൊള്ളാം, എൻ്റെ മുമ്പിൽ നിന്ന് ടീച്ചറെ കരയണ, ഞാൻ സങ്കടം പറയുമ്പോൾ ടീച്ചറല്ലേ എന്നെ ആശ്വസിപ്പിക്കണത്, ഇപ്പോൾ ടീച്ചർ കരയണം, ടീച്ചർ കരയാൻ പാടില്ലെന്ന് പറയും. അല്ലടി ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്, അതിനെന്താ കുഴപ്പം ടീച്ചറെ, ടീച്ചർ ഒന്ന് കലപൂരി പോയാൽ മതി കൃപാസനത്തിൽ. അയ്യോ അതെവിടെയാണ്, ഇവിടെ ആര് കൊണ്ടുപോകാൻ, ഞാൻ പോകിട്ടില്ലെന്നൊക്കെ പറയും. അല്ല ടീച്ചറെ പോകണ്ട, അവിടെ എന്തൊക്കെ അത് എങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിക്കും, ഉടമ്പടിയുടെ കാര്യമൊക്കെ ഇവൾ പറയും. അപ്പോഴും ടീച്ചർ ഓർക്കണേട്ട് രാത്രി എന്നോട് പറഞ്ഞത് അങ്ങനെയാണല്ല, അതാണല്ലോ ഇവൾ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഉടനെ ഓൺലൈൻ ഉടമ്പടി ചെയ്യും. ഓൺലൈൻ ഉടമ്പടി ചെയ്ത് അപ്പം തന്നെ മകൻ വിളിക്കും, അമ്മ എല്ലായിടത്തു നിന്നും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും. എന്നെ റിജക്റ്റ് ചെയ്ത എല്ലാ കമ്പനിയിൽ നിന്നും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും, എന്നെ ഓഫർ ലെറ്റർ വരാൻ തുടങ്ങിയെന്ന് പറയും, ഇൻ്റർവ്യൂവിന് പോകാം. ഇപ്പോൾ ഏതെടുക്കണമെന്ന് ചോദിക്കും. അപ്പോഴമ്മ പറയും, ഞങ്ങൾ പോയി തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ഇവർ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവർ ഞെട്ടിപ്പോകും. കാര്യം ഇവർ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രം ഈ ഗ്രില്ലിട്ട ഈ മാതാവിൻ്റെ സന്നിധാനമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ഞാൻ എപ്പോഴും ഈ സാക്ഷ്യം കേട്ടോണ്ട് ഞാൻ ഇന്നലെ നടന്ന സാക്ഷ്യമാണിത്. ഇന്ന് അപ്പീലുണ്ട്, നിങ്ങൾ പോയി അത് കാണണം കേട്ടോ. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോഴേ ഞാൻ ഓർക്കണേ, ഇത് ഈ കുടുംബത്തിൽ വന്നിരിക്കുന്ന ഈ മഹാതകർച്ചകളിൽ ഇവരെ മാതാവ് നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നം കാണിച്ച് സ്വപ്നത്തിലൂടെ കുടുംബം രക്ഷപ്പെടാനുള്ള വഴിയും സ്ഥലവും കാണിച്ചു കൊടുത്തതിൻ്റെ പൊരുൾ എന്താണെന്ന്. അപ്പോൾ ആ സാക്ഷ്യത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സാക്ഷ്യത്തിൽ പറയുന്ന കാര്യം വെച്ചാൽ, ഞാൻ എപ്പോഴും ക്ഷേത്രത്തിലോട്ട് പോകണ വഴിക്ക്, ഈ 100 മീറ്ററല്ലേ ഉള്ളൂ ക്ഷേത്രത്തിലോട്ട് പോകണ വഴിക്ക്, അപ്പോൾ ഒരു കുഞ്ഞു കുരിച്ചെടി ഉണ്ടാവും അമലോത്ഭ മാതാവിൻ്റെ. ആ കുഞ്ഞു കുരിച്ചെടിയിൽ കവർ ചെയ്താണ് ഞാൻ ക്ഷേത്രത്തിലോട്ട് പോണത്. ആ കുഞ്ഞു കുരിശടിയുടെ ഞാൻ പോകണ വഴിക്ക് മാതാവിനെ കാണുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവില്ല, ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. ഇതാണ് ഇവർ പറയണത്. അമ്മ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവല്ലോ, ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് അവരുടെ പ്രാർത്ഥന. ഇത് ഇവർ എപ്പോഴും എല്ലാ ദിവസവും പറയണ സംഭവമാണ്. അതായത് നിങ്ങൾക്ക് മാതാവുമായിട്ട് എന്തെങ്കിലും ചെറിയൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും തകർന്ന കാലത്ത് ആ റിലേഷൻ വെച്ചുകൊണ്ട് അമ്മ നിങ്ങളെ സഹായിക്കാൻ വന്നിരിക്കും. അതിൻ്റെ പേരിലാണ് നിങ്ങളിവിടെ ഇരിക്കണത്. ഏതെങ്കിലും കാലത്ത് മാതാവിനോട് നിങ്ങൾ കാണിച്ച പ്രത്യേക സ്നേഹത്തിൻ്റെ പേരിലാണ് ഈ കണ്ണീരിൻ്റെ കാലത്തേക്ക് ദൈവം, ഈ ഉടമ്പടിയുടെ ആസ്ഥാനത്തേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ജീവിതം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. നന്ദി പറയുന്നു. ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ജീവിത ദുരിതങ്ങൾക്കെതിരെ ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. ഓരോ ദിവസവും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സ്വപ്നതുല്യമായ വലിയ ദൈവിക ഇടപെടലാണ്. ആ സന്നിധാനത്തിലേക്കാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ പരീക്ഷിക്കാൻ നിൽക്കരുത് ദൈവത്തെ. നീ ഉടമ്പടി എടുത്ത് നോക്കട്ടെ എന്ന് പറയരുത്. ദൈവം ആദ്യം അടയാളം കാണിക്കാൻ വേണ്ടി നീ ഉടമ്പടിയിലെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അറച്ചു നിൽക്കരുത്. ദൈവം അത് എപ്പോഴായാലും നിന്നോട് വിശ്വസ്ത കാണിക്കും. നീ പക്കയായിട്ട് ചവിട്ടിയാൽ ഒടിയാത്ത സ്റ്റേജ് പോലെ റിലയബിളാകാൻ, വിശ്വസ്തയാകാൻ
വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയാകാൻ നോക്കാൻ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മേരി മാതാവേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ വിശ്വസ്തതയെന്ന വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. മാതാവേ എന്റെ വല്ലഭമേ, നീ എന്റെ ആശ്രയം ഏതുനേരം. നീ മാതാവേ എന്റെ വല്ലഭമേ, നീ എന്റെ ആശ്രയം ഏതുനേരം. മനമിടരുമ്പോഴും സ്വരമിടരുമ്പോഴും എനിക്കു തണലായെന്നും അമ്മയുണ്ടല്ലോ. മനമിടരുമ്പോഴും സ്വരമിടരുമ്പോഴും എനിക്കു തണലായെന്നും അമ്മയുണ്ടല്ലോ. അമ്മേ നീതയുള്ളിലെന്നെ പുതിയ സംരക്ഷിച്ചിടേ. അമ്മേ നീലയുള്ളിലെന്നെ പുതിയ സംരക്ഷിച്ചിടേ. മേരി മാതാവേ എന്റെ വല്ലഭമേ, നീ എന്റെ ആശ്രയം ഏതുനേരം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കേരള സഭ ഇന്ന് വളരെയേറെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സഭയായി മാറി. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സഭയായി കേരള സഭ മാറി. അത്രയും ആശങ്കകളും അത്രയും സംഘർഷങ്ങളും സഭയിൽ വന്നു. സഭയുടെ സംരക്ഷണം തന്നെ നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥന് സഭയെ സമർപ്പിക്കണം. നിങ്ങളുടെ ജപമാല പ്രാർത്ഥനയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലും പരിശുദ്ധ അമ്മയെ രൂപതകളെ സമർപ്പിക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങൾ ബലമുള്ളവരാണ്. ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി ബലം പ്രാപിക്കണ പോലെ വേറെ ഒരു പശ്ചാത്തലത്തിലും ബലം പ്രാപിക്കാൻ പറ്റത്തില്ല. കാരണം കൂദാശകളെല്ലാം ശക്തമായി അനുഷ്ഠിക്കുകയും സഭാജീവിതം പുനഃക്രമീകരിക്കുകയും സുവിശേഷ സാക്ഷ്യ ജീവിതം, സുവിശേഷ പ്രചാരണ ജീവിതവും എല്ലാം സമഗ്രമായ രീതിയിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന സ്വർഗീയ പദ്ധതിയാണ് ഉടമ്പടി. അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ നല്ല കലിബറുള്ളവരും അതുപോലെ തന്നെ ദൈവത്തിരുസന്നിധിയിൽ നല്ല ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി യോഗ്യരായ മനുഷ്യരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാചിക്കുന്നതിൻ്റെ കാരണം കേരള സഭയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കെൻ്റെ മനസ്സിൽ പറയണത്, കരിസ്മാറ്റിക് മുന്നേറ്റ കാലത്ത് ഒരു അബദ്ധം നമുക്ക് സംഭവിച്ചു. അത് കരിസ്മാറ്റിക് മുന്നേറ്റക്കാലം അറിയാമല്ലോ, അത് ഏതാണ്ട് 75 മുതലുള്ള മുന്നേറ്റക്കാലമാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഉള്ള ആളാണ്. ഞാൻ 75-ലാണ് സഭയിൽ വന്നത്. ആ കാലം മുതൽ എനിക്കിതിൻ്റെ വൈബൊക്കെ അറിയാം. ഇപ്പം ഞാൻ അച്ഛനായിട്ട് തുമ്പോളി പള്ളിയിൽ വരുമ്പോൾ അവിടെ എൻ്റെ മനസ്സിന് സങ്കടപ്പെടുന്ന ഒരു കാര്യം സംഭവിച്ചു. അവിടെ കിഴക്കേടൻ അച്ഛനെന്നും പറഞ്ഞ് അന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ തലട്ടോപ്പന്മാരിൽ ഒരാളായിരുന്നു ഫാദർ എൽക്കിഴം. പുസ്തകങ്ങളൊക്കെ കൊണ്ട് നല്ല ആധ്യാത്മിക ഗുരുവാണ്. പക്ഷേ അദ്ദേഹം ഒരു ഗ്രോത്ത് റിട്രീറ്റ് അവിടെ മാതാവിൻ്റെ പള്ളി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് കൂടുന്നുണ്ട്. അപ്പോഴും ഒരു ചേടത്തി സൈഡിലൂടെ വന്ന് തുമ്പോളി മാതാവിനെ ഒരു തിരി കത്തിച്ച്, വേറെ പുറത്തുനിന്ന് വന്നൊരു തീർത്ഥാടകയാണ്. ഉടനെ ഈ അച്ഛൻ അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞ് ആ തിരുവൈ ഊതിക്കെടുത്ത് എന്ന് പറഞ്ഞു. ആ തിരുവൈ ഊതിക്കെടുത്താൻ പറഞ്ഞു. ഇത് വിഗ്രഹ ആരാധനയാണ്, ഇവിടെ ഒന്നും ഇങ്ങനെ തിരികത്തിച്ചൊന്നുമല്ല മനുഷ്യൻ
രക്ഷപ്പെടണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി. എന്നിട്ട് ഇവിടുന്ന് ആളെ വിട്ട് തീ ഊതിക്കെടുത്തിച്ച്. പിന്നെ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, കരിസ്മാറ്റിക്കാർ ഇതുപോലെ അതിൻ്റെ അകത്ത് ഒരു വിഭാഗം മാതാവിൻ്റെ തിരുസന്നിധിയിലുള്ള തിരികൾ മുഴുവനും കേരളം മൊത്തം ഊതിക്കെടുത്തി കളഞ്ഞു. മാതാവിനെക്കുറിച്ച് സംസാരിക്കാറില്ല അവർ. പിന്നെ KCBC ഇടപെട്ടപ്പോഴാണ് മാതാവിനെക്കുറിച്ച് ക്ലാസ് തന്നെ വെച്ചത്. പിന്നീട് ജോൺ പോൾ മാർപ്പാപ്പയുടെ കാലം വന്നപ്പോൾ പിന്നീട് പിശാച് അതായത് വളരെ വളരെ സൗമ്യമധുരമായ രീതിയിൽ നമ്മളെ വിശ്വസിപ്പിച്ച് തട്ടിപ്പ് കാണിച്ച് നമ്മളെ പറ്റിക്കുന്നത് പിശാച് ചില സമയത്ത് ഉന്നത സ്ഥാനങ്ങൾ അവർ ഉപയോഗിച്ച് കളയും. ഈ സിസ്റ്റർ ഫൗസ്തീനയുടെ കരുണക്കൊന്ത വന്നത് ആ കാലമാണ്. അതിലൂടെ ഒത്തിരി ആൾക്കാർ വിശുദ്ധീകരിച്ചു. പക്ഷേ എന്ത് പറ്റി? കുടുംബങ്ങളിൽ നിന്ന് ജപമാല പോയി. അതിന് പകരം പല അണ്ണന്മാരും കരുണക്കൊന്ത മാത്രം ചെല്ലാൻ തുടങ്ങി. കരുണക്കൊന്ത ജപമാല മാറ്റി എന്ന് പറയുമ്പോൾ കരുണക്കൊന്ത മാതാവിൻ്റെ അല്ല, അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ അധികരിച്ചുള്ള ഒരു പേഴ്സണൽ പ്രാർത്ഥനയാണത്. അവിടെ മാതാവില്ല, ജപമാലയില്ല. അപ്പോൾ ഇങ്ങനെ തന്ത്രപരമായ രണ്ട് ആധ്യാത്മികമെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ ഒത്തിരിയേറെ ആധ്യാത്മിക ഫലങ്ങൾ ഉളവാക്കിയിട്ടുള്ള പ്രസ്ഥാനങ്ങളിലൂടെ തന്നെയാണ് കേരള സഭയിൽ നിന്ന് മാതാവിനെ എടുത്ത് മാറ്റിക്കളഞ്ഞത്. തന്ത്രപരമായിട്ട് പിശാച് ചെയ്ത പരിപാടിയാണ്. അവസാനം അത് വന്ന് എവിടം വരെ എത്തിയെന്നറിയാവോ? അവസാനം വന്ന് അത് ഈ ഒക്ടോബർ 7-ാം തീയതി എന്ന് പറയുന്നൊരു ദിവസം മാതാവിൻ്റെ ജപമാല തിരുനാളിൻ്റെ ദിവസം തന്നെ ഒരു കാട്ടുജാതിക്കാരൻ്റെ വിഗ്രഹത്തെ റോമിൽ അൾത്താരയിൽ പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സംഭവം മാറി. അത് വിജയമാതാവിൻ്റെ തിരുനാൾ ദിവസമായിരുന്നു സംഭവിച്ചത്. ഇങ്ങനെ വളരെ ടെക്നിക്കലായിട്ട് മാതാവിനെ എടുത്ത് സഭയിൽ നിന്ന് കളഞ്ഞോടുകൂടി സഭയ്ക്ക് പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് കാര്യം, കുരിശിൽ കിടന്ന് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് മാതാവിന് നമുക്ക് തന്നത് മാതാവിൻ്റെ തിരുനാൾ നടത്തി നാടകം കളിക്കാനല്ല. മാതാവ് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഈശോയുടെ മനസ്സിലുണ്ടായത് ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് എൻ്റെ അർത്ഥം. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അമ്മ. ഇപ്പം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്നല്ല ഞാൻ പറയണത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയണത് ഉടമ്പടി ജീവിതമാണ്. ആ ഉടമ്പടി ജീവിതത്തിൻ്റെ വാഗ്ദാന പേടകവും മാതൃകയും മധ്യസ്ഥയും പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയെന്ന് പറയണത് ദൈവം നമുക്ക് കൽപ്പിച്ച് നൽകിയ പുതിയ നിയമത്തിലെ ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ ആളായ്മയാണ്. ഈ ആധ്യാത്മിക സ്രോതസ്സിനെ തല്ലിക്കെടുത്തി കളഞ്ഞുകൊണ്ടാണ് അപ്പം തന്നെ നമ്മുടെ വീര്യശക്തി നഷ്ടപ്പെട്ടു. ഇനി ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. കണ്ടില്ലേ, ഇപ്പം പറഞ്ഞ ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അറിയാമില്ല, ആ സാക്ഷ്യങ്ങളുടെ റീച്ച് കണ്ട വലിയ കരിസ്മാറ്റിക് മുന്നേറ്റ കാലത്ത് പോലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് കൃപാസനത്തിൽ അമ്മ ചെയ്യണത്. വിളിച്ചുണർത്തി കൊണ്ടുവന്ന് എവിടെയാണ് അനുഗ്രഹം ഇരിക്കണത്, എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് തൊട്ടടുത്ത് കൊണ്ട് വിളിച്ച് കൈ പിടിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സ്വപ്നങ്ങൾ ഇതൊരു കാലത്തും സംഭവിക്കാത്ത ഭാഷാപരം ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർക്ക് കുറവായിരുന്നു. കരിസ്മാറ്റിക് കാലത്ത് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർക്ക് കുറവായിരുന്നു. ഇന്ന് സ്വപ്നം കൃപാസനത്തിൽ ഉടമ്പടി സാക്ഷ്യം പറയുന്നവരെ നല്ല ശതമാനം ആൾക്കാരും സ്വപ്നങ്ങളെക്കുറിച്ച് പറയും. കാര്യം സ്വപ്നങ്ങൾ അനാദികാലം മുതൽ ഇന്ന് വരെ ദൈവം വിശ്വാസിക്ക് തൻ്റെ തിരുമനസ് വെളിപ്പെടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ്. അത് ഉടമ്പടിയിൽ ശക്തീകരിച്ചു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഇക്കാലത്ത് ദൈവത്തിൻ്റെ പദ്ധതിയാകാൻ ഒരു കാരണം. പലപ്പോഴും നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, എല്ലാവരും ഇപ്പം മാതാവിനെ കാണുന്നുണ്ടല്ലോ, എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും ജോസഫച്ചന് പ്രത്യക്ഷപ്പെട്ടതെന്ന് ധരിക്കുന്നവരുണ്ട്. ഇറ്റ് ഇസ് നോട്ട് സെൻസ്. നിങ്ങൾക്ക് മാതാവിനെ കാണുന്നതും സ്വപ്നത്തിൽ കാണുന്നതും പ്രത്യക്ഷപ്പെടുന്നതുമെല്ലാം നിങ്ങളുടെ ഉടമ്പടിയുടെ പാക്കേജിൻ്റെ ഭാഗമാണ്. ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. ഐസയ്യ നമ്മൾ 9:1 വായിക്കുന്നില്ല, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പക്ഷെ കൃപാസന അൾത്താരെ വന്നത് അതല്ല. കൃപാസന അൾത്താരെ വന്നത്
സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയിട്ട് 10:08 സൂചി കാണിച്ചുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് അവസാന കാലത്ത് പ്രകൃതിയുടെ നിറമായ സിൽവർ ഗൈയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ആന്തർദേശീയ സഭയ്ക്കും ആഗോള സഭയ്ക്കും വേണ്ടിയുള്ള പ്രത്യക്ഷീകരണമാണ്. അത് പ്രൈവറ്റായിട്ടൊരു വ്യക്തിക്കുള്ള പ്രത്യക്ഷീകരണമല്ല. സഭ ഇത് പഠിക്കണം. എന്താണ് ക്ലോക്ക്, എന്താണ് 10:08, എന്താണ് സിൽവർ ഗിരെ, എന്താണ് ദുരന്തം, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സഭ പഠിക്കണം. അതിനാണ് നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. അപ്പോൾ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം. സഭ എത്രയും വേഗത്തിൽ പഠിക്കാനും പഠിച്ചിട്ട് ഇതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കാനും സഭയ്ക്ക് അതാത് കാലത്ത് പ്രാദേശികമോ അന്തർദേശികമായോ വരുന്ന എല്ലാവിധ തകർച്ചകളെയും അതിജീവിക്കാൻ വേണ്ടി മരിയൻ ജീവിത രീതിയാകുന്ന ഉടമ്പടി സംസ്കാരത്തിലേക്ക് സഭ പുനഃക്രമീകരിക്കപ്പെടാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടി ആരാധനയോടെ തിരുസഭയെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. മാതാവേ നിന്റെ നല്ലമ്മേ നീ എന്നാശ്രയം മാതാവേ നിന്റെ നല്ലമ്മേ നീ എന്നാശ്രയം മനമിടരുമ്പോഴും സുഖമിടരുമ്പോഴും എനിക്ക് തണലായ അമ്മയുണ്ടല്ലോ. മനമിടരുമ്പോഴും സുരമിടരുമ്പോഴും എനിക്ക് തണലായ അമ്മയുണ്ടല്ലോ. അമ്മേ നീലയുള്ളിലെ പുതിയ സംരക്ഷിച്ചിടേ. അമ്മേ നിന്നീലയുള്ളിലെ പുതിയ സംരക്ഷിച്ചിടേ. മാതാവേ നിന്റെ നീ ആശ്രയം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ഉദരരോഗികൾ ഉദരത്തിൽ കൈവെക്കണം. ഉദരത്തിൽ സിസ്റ്റുള്ളവർ, ഉദ്ദേശം ഓപ്പറേഷൻ കഴിഞ്ഞവർ, ഉദ്ദേശം ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നവർ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അതുപോലെ തന്നെ ചെയ്യുക. കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ആന ചവിട്ടണ പോലെ നെഞ്ചത്ത് വേദനയും ഭാരമുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പൊ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അതുപോലെ തന്നെ വലത് ബ്രസ്റ്റിന് സിസ്റ്റുള്ള മുഴയുള്ള ഓടിക്കളിക്കുന്ന മുഴയുള്ള വ്യക്തിയെ മകളെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതികളെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉദരവേദനയുള്ളവർ വയർ കൈവച്ചുകൊണ്ടും ശ്വാസകോശ രോഗികൾ നെഞ്ച് കൈവച്ചുകൊണ്ടും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം ഓരോ വയറിലും കർത്താവെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ശ്വാസകോശ രോഗികളെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വയറും നെഞ്ചും കഴുകട്ടെ.
മാർഗ രോഗങ്ങൾ തീരാബന്ധികളെ യേശു ക്രിസ്തു എല്ലാവരും സുഖപ്പെട്ടുകൊണ്ട് യേശു നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നടുവേദനയുള്ളവരെ, അവന് കിഡ്നിക്ക് അസുഖങ്ങളുള്ളവരെ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഗർഭാശയ രോഗികളെ, അവന് പീരീഡ്സ് റെഗുലർ അല്ലാത്തവരെ, മക്കളില്ലാത്തവരെ അടിവയറ്റ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. മുടി കൊഴിയുന്നവരെ, ശിരസ് രോഗികളെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ, തൊണ്ടയ്ക്ക് അസുഖങ്ങളുള്ളവരെ മുഖത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അത് ശക്തമായി സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ്, ഉദര രോഗികളെ, ശിസ്റ്റുള്ളവരെ, ഗർഭാശയ രോഗികളെ, മക്കളില്ലാത്തവരെ, നടുവേദനക്കാരെ, അതുപോലെ കിഡ്നി രോഗികളെ, കർത്താവ് ശിരസ് രോഗികളെ, കാഴ്ചക്കുറവുള്ളവരെ, കേൾവിക്കുറവുള്ളവരെ, മുടി കൊഴിയുന്നവരെ, ഉറക്കമില്ലാത്തവരെ, പ്രഷർ കൂടുന്നവരെ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പലതരത്തിലുള്ള സ്രാവരോഗങ്ങളുള്ളവർ, ചെവിയിൽ നിന്ന് സ്രാവങ്ങളുള്ളവർ, നിർത്താത്ത ജലദോഷമുള്ളവർ, ശരീരം ചൂടാവുന്നവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, അങ്ങനെ മൂത്രം അറിയാതെ പോകുന്നവർ, രക്തം പോകുന്നവർ, മലവും മൂത്രം അറിയാതെ പോകുന്നവർ, അവരെല്ലാം അതാത് സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, സ്രാവരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അത്തി ഉരുക്കമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, രക്തസ്രാവരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, അറിയാതെ സ്രാവങ്ങൾ പോകുന്നവരെ, ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നവരെ, അങ്ങനെ എല്ലാവിധ സ്രാവങ്ങളെ കർത്താവ്, ജലദോഷമുള്ളവരെയും കർത്താവ്, ഒരു ബ്ലഡ് വന്നാൽ കർത്താവ് മുറിഞ്ഞാൽ കർത്താവ് ബ്ലഡ് നിൽക്കാതിരിക്കുന്നവരെ യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ത്വക്ക് രോഗങ്ങള്, ചിരങ്ങ്, ചൊറികള്, ചുണങ്ങുകള് ഉള്ളവരെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അസ്ഥി ഉരുക്കമുള്ളവരെ, അതുപോലെ തന്നെ എല്ലിന് കേടുള്ളവരെ, പൊട്ടലുള്ളവരെ, റോഡ് ഇട്ടിരിക്കുന്നവരെ, സ്റ്റീൽ റോഡ് ഇട്ടിരിക്കുന്നവരെ, അപകടത്തിൽ പോയവർ, കിടപ്പിലായിപ്പോയവർ, തലവാത രോഗികളെ, അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അത് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ ത്വക്ക് രോഗികളെ, അസ്ഥി രോഗികളെ, അസ്ഥി ഒടിഞ്ഞു പോയവരെ, അസ്ഥി കൂടാത്തവരെ, മുറി കൂടാത്തവരെ, രക്തം വാർന്നുകൊണ്ടിരിക്കുന്നവരെ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ, രക്തോട്ടം നിലക്കാത്തവരെ യേശു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളം ദൈവശക്തിയ സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യം നൽകണമേ. എന്നിൽ നിറയണമേ. തൈറോയിഡിന് അസുഖമുള്ളവരെ,
ടോൺസൈറ്റ് അസുഖമുള്ളവരെ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ, യഥാസ്ഥലങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. നടുവല്ല് തിരിഞ്ഞവരെ, കശേരുക്കുകൾ ഇടറിപ്പോയവരെ, കശേരി ഡെവിക്കുന്നവരെ, അതുപോലെ തന്നെ ഇടുപ്പിൻ്റെ അസുഖമുള്ളവരെ, ഇടുപ്പ് ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയവരെ, അവിടെയെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ്. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവെ, പാങ്ക്രിയാസിൻ്റെ രോഗമുള്ളവരെ, ആന്തരികമായ ഓരോ രോഗങ്ങളുള്ളവരെ, കൈവെക്കാൻ പാടില്ലാത്തവരെ, തളർന്ന കിടപ്പിൽ നടക്കുന്നവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ, ശക്തമായി പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനിയിപ്പോൾ ഇതിന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീടില്ലാത്തവരെ, സ്ഥലം ഇല്ലാത്തവരെ, ജോലിയില്ലാത്തവരെ, വരുമാന മാർഗം മുട്ടിപ്പോയവരെ, കടകമ്പോളങ്ങളും വ്യവസായ വ്യാപാരങ്ങളും ഒക്കെ അടഞ്ഞു പോയവരെ, വലിയ ജപ്തി നടപടി ഭീഷണി നേരിടുന്നവരെ, ലോണിന് അപ്ലൈ ചെയ്ത് കിട്ടാത്തവരെ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ, വാങ്ങിക്കാൻ പറ്റാത്തവർ, വെച്ച വീടിൻ്റെ പണി ഇടക്കൊച്ച് നിന്ന് പോയവരെ, മക്കളെ വിദേശത്ത് പോയവർ, അവർക്ക് ജോലിയാകാത്തവർ, ശമ്പളം കിട്ടാത്തവർ, ജയിലിലായി പോയവർ, പരീക്ഷ എഴുതിയവർ, വ്യത്യസ്തങ്ങളായ പരീക്ഷ ഇൻ്റർവ്യൂ ടെസ്റ്റും പാസ്സാകാൻ വേണ്ടി പരീക്ഷ എഴുതി കഴിഞ്ഞവർ, എഴുതാൻ പോകുന്നവരെ, അവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുടുംബജീവിതത്തിൽ തകർച്ചയുള്ളവർ, വിവാഹം മോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർ, പിരിഞ്ഞു പോയവർ വീണ്ടും കൂടാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാവരും കുഞ്ഞുങ്ങളില്ലാത്തവർ, ഉള്ള കുഞ്ഞുങ്ങൾ രോഗമുള്ളവർ, ഒരു ആൺകുഞ്ഞിനോ പെൺകുഞ്ഞിനോ വേണ്ടി പ്രത്യേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, touch the fire finger, suck with the precious blood, and authority of the Catholic Church, the power of Jesus Christ, with the baptism of Holy Priesthood, I bless and hallow you. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ സത്യാല മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ മതാവിൻ്റെ മധ്യസ്ഥയിൽ പൂർണ്ണമായും മാറട്ടെ. ശ്രുതികട്ടെ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. മുട്ടടിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾക്ക് വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ ദിവ്യകാരുണ്യത്തോടെ മൗനമായി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സ്ഥാപനത്തെയും ഞങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം ദൈവസ്നേഹത്തോടെ സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും